ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രതീക്ഷകൾ ഇങ്ങനെ കെട്ടടങ്ങുമ്പോ, ആരുമില്ലാത്ത അവസ്ഥകളിൽ നീ ഒത്തിരിയേറെ സങ്കടപ്പെടുമ്പോ, സ്നേഹിച്ചവരും ചേർത്ത് പിടിച്ചവരും നിന്നെ പറ്റിക്കുമ്പോ, എല്ലാവരും നിർദാക്ഷിണ്യം നിന്നെ പരിഹസിക്കുമ്പോ, നീ സ്നേഹിക്കുമെന്ന് വിശ്വസിച്ച് കൂടെ നിർത്തിയവരൊക്കെ നിന്നെ മാറ്റി നിർത്തുമ്പോ, 100 പേര് നിന്റെ കുറ്റം പറയുമ്പോ, 1000 പേര് നിന്നെ നോക്കി ചിരിക്കുമ്പോ, നീ ഓർക്കണം, നിന്റെ കൂടെ ഒരു ദൈവമുണ്ട്. ആ ദൈവം നിനക്ക് തരും. അതാ നീ വിശ്വസിക്ക്. അബ്രഹാം പറഞ്ഞു ഒറ്റ ഡയലോഗുള്ളൂ, പൊന്നുമോനെ, ദൈവം തരും, ദൈവം തരും, ദൈവം തരും, ദൈവം തരും. നിന്റെ കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥനയില്ലാത്ത ഒറ്റ ദിവസം ഉണ്ടാവരുത്. ഒറ്റ ദിവസം. എനിക്കതാ നിങ്ങളോട് പറയാനുള്ളൂ, ഒറ്റ ദിവസം പോലും പ്രാർത്ഥിക്കാതിരിക്കരുത്. ഞാനിരുന്നൊരു ഇടവകയിൽ എനിക്ക് ഇങ്ങനത്തെ അരവട്ടകളൊക്കെ കുറേ ഉണ്ട്. ഞാൻ ഒരിക്കല് എൻ്റെ വികാരിച്ചോട് പറഞ്ഞു, അച്ഛാ, എനിക്കൊരു ആഗ്രഹമുണ്ട്, നമ്മുടെ എല്ലാ വീട്ടിലും കുടുംബ പ്രാർത്ഥന ചെല്ലണം. അച്ഛൻ പറഞ്ഞു, അതിനെന്ത് ചെയ്യാൻ പറ്റൂടാ? അച്ഛാ, നമുക്ക് കുരിശുമണി അടിക്കുമ്പോ 8 മണി അടിക്കുമ്പോ ഞാൻ ലോഹൊക്കെ ഇട്ട് നമ്മുടെ വീടിന്റെ എല്ലാ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ പോവാ. അച്ഛൻ പറഞ്ഞു, നീ പോണോടാ? അച്ഛൻ, ഞാൻ പോക്കോളാം. ഞാൻ പള്ളിയിൽ വിളിച്ചു പറഞ്ഞു, എല്ലാ വീട്ടിലും ഇനി 8 മണിക്ക് കുടുംബ പ്രാർത്ഥനയുടെ ശബ്ദം കേൾക്കണം, വാതിലുകളൊക്കെ തുറന്നിട്ട് പ്രാർത്ഥിച്ചാൽ മതി. ഞാൻ നിങ്ങളുടെ വീടിന്റെ മുമ്പിൽ കൂടെ പോവും. പ്രാർത്ഥന ഇല്ലാത്ത വീടിനെ കുറിച്ച് അച്ഛൻ റിപ്പോർട്ട് ചെയ്യും. ഞാൻ പിറ്റേ ദിവസം തൊട്ട് ഒരു കൊടയും പിടിച്ച് ലോഹിട്ട് എൻ്റെ പള്ളിയുടെ എല്ലാ വഴി കൂടെ നടക്കാൻ തുടങ്ങി. ഓരോ റൂട്ടിൽ കൂടെ പോയി തുടങ്ങി. 2 ആഴ്ച പോയുള്ളൂ കേട്ടോ. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ആൾക്കാർ കവലയ്ക്ക് പറയാൻ തുടങ്ങി, 8 മണിക്ക് ഒരു ഭൂതം വന്ന് ആ ഭൂതത്തെ നോക്കിക്കൊള്ളണമെന്ന്. അതോടുകൂടെ നിർത്തി. വികാരിച്ചൻ പറഞ്ഞു, എൻ്റെ പൊന്നു മോനെ, നിന്നിപ്പോൾ ഭൂതമെന്ന് ആൾക്കാർ വിളിക്കണേ, നീ ഇവിടെ അങ്ങനെ ഇരിക്കും, നിന്റെ ആത്മാർത്ഥത കൊണ്ട് ചെയ്യുന്നതായിരിക്കാം. പക്ഷെ ഈ 2 ആഴ്ച എനിക്ക് തന്ന അനുഭവങ്ങള്, എൻ്റെ പൊന്നോ, കുടുംബ പ്രാർത്ഥന ഒക്കെ കേൾക്കണം നിങ്ങള്. ഞാനൊരു വീടിന്റെ ഇങ്ങനെ പ്രാർത്ഥന കേട്ട് പോണ നേരത്ത് ഒരു വീട്ടിൽ നിന്ന് വെടിക്കെട്ട് ശബ്ദത്തിൽ പ്രാർത്ഥന വരാ. കർത്താവേ, ഇത്രയും സുന്ദരമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബം, അടുത്ത ഞായറാഴ്ച ഈ വീടിനെ കുറിച്ച് പള്ളിയിൽ പറഞ്ഞിരിക്കണം. ഞാൻ നോക്കുമ്പോൾ വീട് ഇച്ചിരി ദൂരെയാണ്, പക്ഷെ നിങ്ങളുടെ അപ്പുറത്തെ ഭിത്തി ഇച്ചിരി ദൂരെ ഇറങ്ങിയിരിക്കണ വീട്, പക്ഷെ നല്ല ശബ്ദത്തിലാ പ്രാർത്ഥന വരാം. വെടിക്കെട്ട് ശബ്ദത്തിൽ വാതിലൊക്കെ തുറന്നിട്ട് മുഴങ്ങ പ്രാർത്ഥന. ഞാൻ പറഞ്ഞു, കർത്താവേ, ഈ വീടിനെ കുറിച്ച് അടുത്ത ഞായറാഴ്ച എന്തൊക്കെയാലും എനിക്ക് പറഞ്ഞിരിക്കണം. ഞാൻ ഇങ്ങനെ ആ വീട്ടിലേക്ക് ഈ പ്രാർത്ഥനയുടെ ശബ്ദം കേട്ടങ്ങടെ ചെല്ല. സാധാരണ ഞാൻ കേട്ടിട്ടുണ്ട്, ഈ പ്രാർത്ഥിക്കുന്ന വീട്ടിൽ നിന്നൊക്കെ മുല്ലപ്പൂവിന്റെ മണം ഉണ്ടാവും. പക്ഷെ ഈ വീട്ടിൽ നിന്ന് വരുന്നത് നാളെ ചാള വറുത്തേന്റെ മണം. എനിക്കാണെങ്കിൽ ഈ സാധനം ഭയങ്കര ഇഷ്ടം, വറുത്ത ഭയങ്കര ഇഷ്ടം. ഞാൻ ഈ മണത്ത് പട്ടി മണത്ത് ചെല്ലണ പോലെ ചെല്ലുക. ചെന്ന് വാതുക്ക നിന്ന് ഞാൻ കൊട സൈഡിൽ വെച്ച് അകത്തേക്ക് ഇങ്ങനെ നോക്കുക. ഞാൻ നോക്കുമ്പോ ഒരപ്പനിരിപ്പുണ്ട്, 2 മക്കളിരിപ്പുണ്ട്. വലുതരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ജീവിതത്തിൽ എപ്പോഴും ചിന്തിക്കുക, എൻ്റെ കൂടെ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ നമ്മുടെ മക്കൾക്ക്, കുടുംബത്തിനൊക്കെ കൊടുക്കണം നിങ്ങൾ. എന്നാലേ നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടുള്ളൂ. എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. ഞാൻ ഇന്നും ഓർക്കാം, എൻ്റെ വീട്ടിലൊരു ദിവസം 11:45 ഒരു കല്യാണ പരിപാടി കഴിഞ്ഞിട്ട് ഞാനും അപ്പനും ചേട്ടനും പെങ്ങളും അമ്മയും കൂടെ ഒക്കെ വന്നേക്കാം. 11:30 മണിക്ക് രാത്രി പപ്പൻ പറഞ്ഞു, മക്കളെ പായ വിരിക്കി. അപ്പം ഞാൻ വിചാരിച്ചു, കർത്താവേ, കിടന്നുറങ്ങാനായിരിക്കും. എൻ്റെ തന്ത പോയിട്ട് മുട്ടുകുത്തിക്ക പ്രാർത്ഥിക്കാൻ 11:30 മണിക്ക്. ആ തന്തയുടെ മോനെ ഞാൻ അഭിമാനം കൊണ്ട് പറഞ്ഞതാ. നിങ്ങൾ ചിന്തിച്ചു നോക്കണം, അങ്ങനെ ഒരു അപ്പൻ്റെ മോനെ ഞാൻ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടം എൻ്റെ അപ്പനെ. തന്നാന്നൊക്കെ വിളിക്കും, അത് സ്നേഹം കൊണ്ട് വിളിച്ചതാ കേട്ടോ. നിങ്ങൾ നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കേണ്ട. അത് ഞാൻ തന്നാന്നൊക്കെ വിളിക്കും. ഞങ്ങൾ തമ്മിൽ ഇടയ്ക്ക് ഇടിയൊക്കെ കൂടും. അത് സ്നേഹം കൊണ്ടാ. പക്ഷെ ഞാൻ ഇന്നോർക്കാം, എൻ്റെ അപ്പൻ എനിക്ക് ആകെ തന്നുള്ളത് ദൈവത്തെ മാത്രാ. എന്ത് വന്നാലും അപ്പൻ, ഇപ്പൊ ഒരു സങ്കടം കൊണ്ട് എൻ്റെ അപ്പനെ വിളിച്ചാണ്ടല്ലോ, അപ്പനെ കൃത്യമായിട്ട് മനസ്സിലാവും. എന്താടാ എന്താ പറ്റിയേ? ഈ തനി വെട്ടുപോത്ത് എൻ്റെ അപ്പൻ, തനി വെട്ടുപോത്ത്. ഒരക്ഷരം പറഞ്ഞ് അങ്ങോട്ട് കയറില്ല. എന്ത് സംസാരിച്ചാലും എങ്ങനെയാ സംസാരിക്കുള്ളൂ? എന്തേ പോ വാ, എന്തിനാ, എന്തുണ്ട്? ഇപ്പൊ വീട്ടിലേക്ക് ഫോൺ വിളിച്ച, അപ്പാ എന്താടാ, എന്തുണ്ട് വിശേഷം? ഇവിടെ വിശേഷമൊന്നുമില്ല. എന്നാലും ഒന്നുമില്ല എന്നല്ലേ പറഞ്ഞേ. അമ്മ എന്തേ? ഇവിടെ ഉണ്ട്, ഫോൺ കൊടുക്കോ? എന്തിനാ? ഞാൻ പറഞ്ഞു, ഒന്ന് കൊടുക്കപ്പാ. എന്തിനാപ്പാ സംസാരിച്ചിട്ട്? ഞാൻ പറഞ്ഞു, അപ്പൊ ഒന്ന് കൊടുത്തേ. ഇതാണ് എൻ്റെ തന്ത. കഴിഞ്ഞ ദിവസം ഞാൻ വിളിച്ചു പറഞ്ഞു, എൻ്റെ അപ്പ എനിക്ക് പത്തനംതിട്ടയിൽ ഒരു ധ്യാനമുണ്ട്. അപ്പം എൻ്റെ അപ്പനോട് ചോദിക്കുക, അതിനിപ്പോൾ ഞാൻ തൊട്ട് ചെയ്യേണ്ടതെന്ന്. ഞാൻ പറഞ്ഞെന്ന് അറിയാൻ വേണ്ടി പറഞ്ഞതാ. നീ എവിടേക്കെങ്കിലും പോ. ഈ നേരം അമ്മേനെ വിളിച്ചാണ്ടല്ലോ, എൻ്റെ പൊന്നോ, അത് ഫോൺ വയ്ക്കാൻ പോകത്ത് പോലുമില്ല. കണ്ടിന്യൂസ് സംസാരം, നമ്മളൊന്നും പറയണ്ട. ഞാൻ പിന്നെ അവിടെ ഫോൺ വെച്ചും
ഒക്കെ പറഞ്ഞുകൊണ്ട് വീട്ടിൽ മഴയുടെ എണ്ണം വരെ പറയും. എത്ര തുള്ളി വീണെന്ന് പുള്ളിക്കടുത്ത് എണ്ണി വെച്ചിട്ടുണ്ടാവും കൃത്യമായിട്ട്. കഴിഞ്ഞ ദിവസം പറയാം, മോനെ കിച്ചു പ്രസവിച്ചു എന്ന്, വീട്ടിലെ പൂച്ചയാണ്. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നമ്മേ ഞാനല്ല ഉത്തരവാദി, അല്ല ഉത്തരവാദി. അങ്ങനെയാണ് എൻ്റെ അമ്മ. ഭയങ്കര വർത്താനക്കാരിയാണ്, ഭയങ്കര സ്നേഹം, പടപടപടാന്ന് പറഞ്ഞുകൊണ്ടിരുന്നോളൂ. അപ്പൻ തിരിച്ചാ, അധികം മിണ്ടത്തില്ല ഇങ്ങനെ. പക്ഷെ എനിക്ക് അപ്പനോട് ഇച്ചിരി സ്നേഹം കൂടുതലാണ്, കാണിക്കാറില്ല നമ്മളെ സ്നേഹം. ഞാൻ എപ്പോഴും പറയും, അപ്പന്മാരെ അങ്ങനെയാ, ഭയങ്കര സ്ട്രോങ് ആണ് അപ്പന്മാർ. എൻ്റെ അപ്പം കരയണോ, ഞാൻ ഞങ്ങളുടെ പിള്ളേരോടൊക്കെ നീ അമ്മയുടെ സ്നേഹത്തെക്കുറിച്ച് എല്ലാവരും വർണ്ണിച്ച് പറയുള്ളൂ, അപ്പൻ്റെ സ്നേഹത്തെക്കുറിച്ച് ആരും വർണ്ണിക്കാറില്ല. ഞാൻ എപ്പോഴും ഈ പിള്ളേരോടൊക്കെ പറയുന്നത് കേട്ടോ, അപ്പന്മാർ കരയണ കാണാറുണ്ടോ? ഇല്ല. അമ്മ കരയണ കണ്ടിട്ടുണ്ടോ? അതെപ്പോഴും കരയും. അപ്പന്മാർ കരയില്ല. നിങ്ങൾ ചിന്തിച്ചോണ്ടോ അപ്പന്മാരെന്താ കരയാത്തതെന്ന്? അവർക്ക് കരച്ചിലില്ലാഞ്ഞിട്ടാ, വിഷമങ്ങളില്ലാഞ്ഞിട്ടാ, ബുദ്ധിമുട്ടുകളില്ലാഞ്ഞിട്ടാ? അവർ കരയില്ല, അവരങ്ങനെ നിൽക്കും. കാരണം എന്തറിയോ, അവർ കരഞ്ഞ കുടുംബം പോയി, അവർ തകർന്ന കുടുംബം പോയി. അങ്ങനെ ചിന്തിക്കുന്നവരാ അപ്പന്മാർ. ഇന്നതൊക്കെ മാറിയിട്ടോ, ഭാര്യനേക്കാളും നന്നായിട്ട് കരയുന്ന ഭർത്താക്കന്മാരുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു പുള്ളിക്കാരി നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ചേച്ചി വരുന്നുണ്ട്, ചേട്ട കരയില്ലേ? അപ്പോൾ ഈ മനുഷ്യൻ എന്നാലും ഞാൻ വെച്ച് ഈ പുള്ളി ഇത് നാണം കെടുത്താൻ വേണ്ടി മനുഷ്യനെ. കഴിഞ്ഞ ദിവസം വീട്ടിൽ ചെന്നപ്പോൾ നിങ്ങളോർത്തൊക്കെ പണ്ടത്തെ ഈ കാരണന്മാർ അധികം ഇങ്ങനെയൊന്നും മക്കളോട് അങ്ങനെയൊന്നും. ഒരു വീട്ടിൽ ചെന്നപ്പോൾ, കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു വെഞ്ചിരിപ്പൻ എന്നതാ, ഞാൻ നോക്കുമ്പോൾ അപ്പനും മക്കളും കൂടി ആന കളിക്കണു. അപ്പൻ ആന, കൊച്ചെൻ്റെ മോളിൽ നിന്നിട്ട് അപ്പൻ്റെ ചെവിക്ക് തിരിച്ചിട്ട് പറയാ തിരിയാന. അപ്പം അപ്പൻ വളയാന. വലുതായി വരുമ്പോൾ അവൻ കുറേ തിരിച്ചോളും. ഞാനെന്താ പറഞ്ഞതറിയോ, ഈ അപ്പൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് കഥാപാത്രമാണ് വീട്ടിലെ. നിങ്ങളങ്ങനെ ആകണമെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഭയങ്കര സ്ട്രോങ് ആയിരിക്കണം അപ്പൻ. എൻ്റെ അപ്പനൊക്കെ അങ്ങനെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം എൻ്റെ അപ്പനെ. എൻ്റെ റോൾ മോഡൽ പോലെ ആരും ചോദിച്ചാൽ പറയും എൻ്റെ അപ്പനാന്ന് പറയും. എനിക്ക് ഭയങ്കര ഇഷ്ടം എൻ്റെ അപ്പനെ. പക്ഷെ ഇങ്ങനെ ഇരിക്കുള്ളൂ, മിണ്ടത്തൊന്നുമില്ല. ഇപ്പം ഞാൻ തന്നെ എൻ്റെ വീട്ടിൽ ചെന്നാൽ എന്നോട് ചോദിക്കും എന്തേ? അല്ല ഒന്നുമില്ല. പിന്നെ എന്തിനാ വന്നേ? അല്ല എന്നാലും വെറുതെ പൊക്കാ, അത്രേ ഉള്ളൂ. ഞാൻ എൻ്റെ അപ്പം കരട കണ്ടിട്ടില്ല ഇതുവരെ. എൻ്റെ അപ്പൂപ്പം ഭരിച്ചെടുക്കുമ്പോൾ പോലും എൻ്റെ അപ്പം ഇങ്ങനെയൊക്കെയായിരുന്നു. ഇതിങ്ങനെ നിന്ന് പുള്ളി. നാട്ടുകാരും വീട്ടുകാരും ഒക്കെ നിലവിളിച്ചോണ്ടിരിക്കുക, എൻ്റെ അപ്പം മാത്രം ഇങ്ങനെയൊക്കെ. ഞാൻ എൻ്റെ അപ്പനെ ഇങ്ങനെ തൊട്ടിട്ട് അപ്പാ എന്താടാ പോട്ടപ്പാ എന്നിട്ട് പോട്ടേന്ന്. ഇതാണ് എൻ്റെ അപ്പൻ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പുള്ളീനെ. ഞാൻ എപ്പോഴും പറയും അപ്പന്മാരൊക്കെ അങ്ങനെയാ. ഞാൻ ഈ മക്കളോട് പറയും അപ്പന്മാരൊക്കെ കുറച്ചും കൂടെ ഒന്ന് സ്നേഹിക്കാൻ പഠിക്കണം കേട്ടോ. ഈ കല്ലാണ് അതുങ്ങളുടെ സ്വഭാവം, പക്ഷെ ഉള്ളെന്നറിയാം സ്നേഹ. എൻ്റെ അപ്പൻ അങ്ങനെയാ, ഭയങ്കര സ്നേഹം അതിന്. ഞാൻ ഈ ദൈവവചനം പ്രഘോഷിക്കാൻ പോലെ ഇറങ്ങി തിരിച്ചപ്പോഴെന്നറിയോ, എൻ്റെ അപ്പന് ക്യാൻസർ വന്നപ്പോഴാണ്. കാരണം ഈ ലോകത്ത് എനിക്ക് എൻ്റെ അപ്പനെ വേണമായിരുന്നു, അതുകൊണ്ട് തമ്പുരാന് വേണ്ടി ഇറങ്ങി തിരിച്ചതാ. ഞാനതാണ് നിങ്ങളോട് പറയണേ, ജീവിതത്തിൽ നിങ്ങളുണ്ടല്ലോ, നിങ്ങളുടെ കുടുംബം, നിങ്ങളെല്ലാവരും ദൈവത്തിലേക്ക് ചേരണം, ദൈവത്തിൻ്റെ അടുത്തിരിക്കണം. കാരണം അപ്പോഴേ നിങ്ങളുടെ കുടുംബം വളരുള്ളൂ, നിങ്ങളുടെ കുടുംബത്തിന് ഐശ്വര്യം ഉണ്ടാവുള്ളൂ, അനുഗ്രഹം ഉണ്ടാവുള്ളൂ, കൃപയുണ്ടാവുള്ളൂ. നിങ്ങളുടെ മക്കളെ ദൈവത്തോട് ചേർത്തിരുത്തി വളർത്തണം. അതിന് അപ്പം കുറേ ശ്രദ്ധിക്കണം, അമ്മ കുറേ ശ്രദ്ധിക്കണം, മക്കളോട് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ ഓർത്തുകേ, ദൈവഭയമുള്ള ഒരു പൈതല് മാതാപിതാക്കളെ ഉപേക്ഷിക്കോ? ഇല്ല. ദൈവഭയമുള്ള ഒരു പൈതല് മാതാപിതാക്കളെ വൃദ്ധസദനത്തിൽ കൊണ്ടുവന്നാക്കോ? ഇല്ല. നിങ്ങൾക്കറിയോ ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വൃദ്ധസദനങ്ങളുള്ളത് ആർക്കാന്നറിയോ? നമുക്കാ. അഭിമാനിക്കണം. ഏറ്റവും കൂടുതൽ വൃദ്ധസദനത്തിലുള്ള മനുഷ്യരാരാന്നറിയോ? ക്രിസ്ത്യാനികളാ. അഭിമാനിക്കണം. 1ാം സ്ഥാനം കേട്ടോ. ഞാൻ അച്ഛന് വെറുതെ കഴിഞ്ഞ ദിവസം ഒരു ആർട്ടിക്കിൾ എഴുതി കൊടുക്കാൻ വേണ്ടി ഒരു കണക്കെടുത്തു. ഈ ലോകത്ത് എത്ര സൂയിസൈഡ് കേസ് ഉണ്ട് ഈ 2024? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എത്ര പേര് സൂയിസൈഡ് ചെയ്തിട്ടുണ്ടെന്ന് 2024? 2024 ഈ വർഷത്തിൽ ആകെ ഇപ്പം എത്ര ദിവസമായി? 24-ാം തീയതി അല്ലെന്ന്. ഞാൻ 20-ാം തീയതി ആർട്ടിക്കിൾ എഴുതണേ. 20-ാം തീയതി വരെ എത്ര പേര് സൂയിസൈഡ് ചെയ്തിട്ടുണ്ടെന്നറിയോ ലോകത്ത്? അച്ഛൻ പറഞ്ഞുതരാം. 57,800 പേര് 20 ദിവസം കൊണ്ട് സൂയിസൈഡ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ സൂയിസൈഡ് റിപ്പോർട്ട് രേഖപ്പെടുത്തിയത് ഏത് സമുദായത്തിൽപ്പെട്ടവർക്കാണെന്നറിയോ? നമുക്കാ. അഭിമാനിക്കണം കേട്ടോ. ദൈവത്തെക്കുറിച്ച് ഇത്ര അറിയുന്നവരാണ് ഏറ്റവും കൂടുതൽ സൂയിസൈഡ് ചെയ്യണേ. ചിന്തിച്ചോക്ക് എന്തു പറ്റി? ഇടവേ പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാവും, മക്കൾക്കൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവട്ടെ. പക്ഷെ നീ കൂടെ ഓർക്ക്, നിന്റെ കൂടെ ഒരു ദൈവം ഉണ്ടെന്ന്, നിന്റെ ജീവിതത്തിൽ ഇറങ്ങി വരാൻ കഴിവുള്ളൊരു ദൈവം ഉണ്ടെന്ന് നീ വിശ്വസിക്ക്. ഇടവേ ഒരു ജോലി കിട്ടില്ല എന്ന് പറഞ്ഞ് സൂയിസൈഡ് ചെയ്യാൻ പോലെ, നിന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടായി എന്ന് പറഞ്ഞ് സൂയിസൈഡ് ചെയ്യാൻ പോലെ, നിന്നെ ആരും ഉപേക്ഷിച്ചാൽ അവൻ ഉപേക്ഷിക്കത്തില്ല.
നിന്നെ ആര് തള്ളിക്കളഞ്ഞാൽ അവൻ തള്ളിക്കളയില്ല. നീ ചിന്തിക്കണത്. അച്ഛൻ്റെ ടോക്കിൽ എപ്പോഴും പറയുന്നൊരു അനുഭവം ഉണ്ട് എൻ്റെ അച്ഛൻ്റെ ജീവിതത്തിൽ. ഞാനത് എപ്പോഴും പറയാറുണ്ട്. നിങ്ങൾ യൂട്യൂബിൽ കേട്ടിട്ടുണ്ടെങ്കിൽ അച്ഛനോടൊന്ന് ക്ഷമിച്ചേരെ, ഒന്നുകൂടി അതൊന്ന് കേട്ടോ. ഒരിക്കലും ഒരു ധ്യാനപ്രസംഗം കഴിഞ്ഞ് ഇരിഞ്ഞാലക്കുടയിലെ ഒരു ധ്യാനപ്രസംഗം കഴിഞ്ഞ് ഞാൻ ഇവിടെ ഇരിഞ്ഞാലക്കുടയിലെ സിറിയൻ പള്ളിയിലെ പല പള്ളികളും ധ്യാനിപ്പിച്ചിട്ടുണ്ട്. ധ്യാനം കഴിഞ്ഞ് എൻ്റെ പള്ളിയിലേക്ക് തിരിച്ചു പോവാ. എനിക്ക് ഏകദേശം പകൽ യാത്ര ചെയ്യുമ്പോൾ 2-2.5 മണിക്കൂർ എടുക്കും. രാത്രിയാകുമ്പോൾ 2 മണിക്കൂർ എടുക്കുള്ളൂ. ഒരു 9:30 മണിക്ക് ഞാൻ എൻ്റെ കാറിൽ കയറിയിരുന്ന വഴി തിരിച്ചു പോകാൻ നേരത്തെ എനിക്കൊരു കോള് വന്നു. സാധാരണ സത്യം പറഞ്ഞ കോളൊന്നും എടുക്കാത്തൊരു മനുഷ്യനെ ഞാൻ. എടുക്കാറില്ല സത്യം പറഞ്ഞാൽ, പേടിച്ചിട്ടുണ്ട് എടുക്കാത്ത. അന്ന് എനിക്കൊരു കോള് വന്ന് അറിയാണ്ട് ആ കോൾ എടുത്തു പോയിടവേ. എടുത്ത വഴിക്ക് പറയാ ഞാൻ മരിക്കാൻ പോവാ. ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞു, എൻ്റെ പൊന്നു മോളെ, നീ ഇപ്പം മരിക്കാണ്ട് പിന്നീട് എപ്പോഴെങ്കിലും മരിച്ചോ, കുഴപ്പമില്ല, ഇപ്പം മരിക്കില്ലേ. അവൾ പറഞ്ഞു ഇല്ലച്ചോ, എനിക്ക് പറ്റില്ലച്ചോ. ഞാൻ ചോദിച്ചു എന്തിയേ? അവനിട്ടേച്ചു പോയി. 8 വർഷത്തെ പ്രണയമായിരുന്നു വെച്ചാൽ അവനിട്ടേച്ചു പോയി. ഞാൻ പറഞ്ഞു പോട്ടടി മോളെ, ദൈവം ഉണ്ടടി, ദൈവം നിന്നെ കാത്തോളടി, നീ വിഷമിക്കണടി, ദൈവം നിനക്ക് നല്ലത് തരൂടി. ഇല്ലച്ചോ, ദൈവം ഉണ്ടെങ്കിൽ എന്നോട് ഇങ്ങനെ ചെയ്യച്ചോ. ഞാൻ എന്തിനാച്ചോ ഇത്രയും സങ്കടപ്പെടണേ, ഞാൻ എന്തിനാച്ചോ ഇത്രയും വിഷമിക്കണേ, ദൈവം ഉണ്ടെങ്കിൽ എനിക്ക് ഇതൊക്കെ വരുവച്ചോ. ഞാൻ പറഞ്ഞു പോട്ടടി മോളെ, ദൈവം ഉണ്ടടി, ദൈവം നിന്നെ കാത്തോളടി, ദൈവം നിന്നെ സ്നേഹിക്കണടി, നീ വിഷമിക്കണടി, ദൈവം നിനക്ക് വേണ്ടത് തരൂടി. അവൾ പറഞ്ഞു ഇല്ലച്ചോ, എനിക്ക് ജീവിക്കാൻ പറ്റില്ലച്ചോ, എനിക്ക് ഉറങ്ങാൻ പറ്റില്ലച്ചോ, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ലച്ചോ, എന്തിനച്ചോ എൻ്റെ ഇങ്ങനെ ഒരു ജീവിതം. ഞാൻ പറഞ്ഞു പോട്ടടി മോളെ, ദൈവം ഉണ്ടടി, ദൈവം നിന്നെ കാത്തോളടി, ദൈവം നിന്നെ സ്നേഹിക്കണടി, നീ വിഷമിക്കണ്ടടി, ദൈവം നിനക്ക് വേണ്ടത് തരൂടി. അവൾ പറഞ്ഞു ഇല്ലച്ചോ, ദൈവം ഇല്ലച്ചോ, ഞാൻ ഇത്രയും സങ്കടപ്പെട്ടിട്ട് ദൈവം എന്താ വെച്ചാൽ എനിക്ക് അവനെ തരാത്തേ, ഞാൻ ഇത്രയും വിഷമിച്ചിട്ട് എന്തിനാച്ചോ എനിക്ക് അവനെ തരാത്തേ, ഞാൻ ജപമാല ചൊല്ലിയിട്ട് എന്തിനാച്ചോ എനിക്ക് അവനെ തരാത്തേ. ഞാൻ പറഞ്ഞു പോട്ടടി മോളെ, ദൈവം ഉണ്ടടി, ദൈവം നിന്നെ കാത്തോളടി, ദൈവം നിന്നെ സ്നേഹിക്കണടി, നീ വിഷമിക്കണടി, ദൈവം നിനക്ക് നല്ലത് തരൂടി. അവൾ പറഞ്ഞു ഇല്ലച്ചോ, എനിക്ക് ഉറങ്ങാൻ പറ്റില്ലച്ചോ, എനിക്ക് ജീവിക്കാൻ പറ്റില്ലച്ചോ, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ലച്ചോ, എൻ്റെ ജീവിതം മടുത്തു വെച്ചോ, എൻ്റെ ജീവിതം നരകത്തിന് തുല്യമല്ലച്ചോ, എന്തിനച്ചോ എന്നെ മാത്രം ഇങ്ങനെ ജീവിപ്പിക്കണേ. ഞാൻ പറഞ്ഞു പോട്ടടി മോളെ, ദൈവം ഉണ്ടടി, ദൈവം നിന്നെ കാത്തോളടി, ദൈവം നിന്നെ സ്നേഹിക്കണടി, നീ വിഷമിക്കണടി, ദൈവം നിനക്ക് വേണ്ടത് തരൂടി. അവൾ പറഞ്ഞു ഇല്ലച്ചോ, ദൈവം ഉണ്ടെങ്കിൽ ഞാൻ ഇത്രയും സങ്കടപ്പെടില്ലച്ചോ, എന്തിനാച്ചോ എന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്തണ ദൈവം, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എന്തിനാച്ചോ ദൈവം എനിക്ക് അവനെ തരാത്തേ. ഞാൻ പറഞ്ഞു പോട്ടടി മോളെ, ദൈവം ഉണ്ടടി, ദൈവം നിന്നെ കാത്തോളടി, ദൈവം നിന്നെ സ്നേഹിക്കണടി, നീ വിഷമിക്കണടി, ദൈവം നിനക്ക് വേണ്ടത് തരൂടി. ഇല്ലച്ചോ, ഞാൻ ഉറങ്ങിയിട്ട് ദിവസങ്ങളായി വെച്ചോ, ഇപ്പം ഡിപ്രഷൻ അയച്ചോ, എനിക്ക് ഞാൻ ഉറക്കഗുളിക കഴിച്ചിട്ടോ ഉറങ്ങണേ, എൻ്റെ ജീവിതം മടുത്തു വെച്ചോ, എനിക്ക് മുന്നോട്ട് ഇനി വഴിയില്ലച്ചോ, എനിക്ക് ജീവിക്കണ്ടച്ചോ. ഞാൻ പറഞ്ഞു പോട്ടടി മോളെ, ദൈവം ഉണ്ടടി, ദൈവം നിന്നെ കാത്തോളടി, നീ വിഷമിക്കണ്ടടി, ദൈവം നിനക്ക് വേണ്ടത് തരൂടി. 9:30 മണി തൊട്ട് 11:30 മണി വരെ ഈ സാധനത്തിൻ്റെ അടുത്ത് ഞാനിതാ പറഞ്ഞുകൊണ്ടിരിക്കണേ, ദൈവം ഉണ്ടടി, പോട്ടടി മോളെ, ദൈവം ഉണ്ടടി, ദൈവം നിന്നെ കാത്തോളടി, നീ വിഷമിക്കണടി, ദൈവം നിനക്ക് വേണ്ടത് തരൂടി. 11:30 മണിക്ക് എൻ്റെ പള്ളി ചെന്നു. ഞാൻ 11:30 മണിക്ക് ഞാൻ പറയാ പൊന്നു മോളെ ഇപ്പം എന്താ, ഞാൻ ചാവാ. ഞാൻ പറഞ്ഞ പിന്നെ ഈ 2 മണിക്കൂർ ഞാനും തൊട്ട് നിന്നോട് പറഞ്ഞുകൊണ്ടിരുന്നേ, എനിക്ക് പറ്റില്ലച്ചോ. ഞാൻ പറഞ്ഞു നീ ഫോൺ വെച്ചേ, എനിക്ക് നാളെ കുർബാനയുണ്ട്, നീ ഫോൺ വെച്ചേ. അവള് ഫോൺ വെച്ചു. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴേക്കും ഇവൾ ആത്മഹത്യ ചെയ്തു. നിങ്ങളതാ ചിന്തിക്കേണ്ട, ആത്മഹത്യ ചെയ്തു. ഒരു ഫാനിൽ കുടുക്കിട്ട് അവൾ തൂങ്ങി. നമ്മുടെ പണ്ടത്തെ ഒരു വീടാ, ഇതിന് അമ്മ മാത്രമേ ഉള്ളൂ. അമ്മ നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ പണ്ടത്തെ വാതിലിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒരു വിരിപ്പും കൂടി ഉണ്ടാവും, അതിൽ കൂടെ എൻ്റെ മോള് തൂങ്ങിക്കിടക്ക. ഈ അമ്മ ഓടിച്ചെന്ന് വാതിൽ തള്ളി തുറന്ന മോളുടെ കാൽക്കൽ പിടിച്ചു. മോള് തൂങ്ങിക്കിടക്കാതെ കാൽക്കൽ ഇങ്ങനെ പൊക്കി പിടിച്ച് ഉയർത്തി. അമ്മയ്ക്ക് തന്നെ പൊക്കിയെടുക്കാൻ പറ്റിച്ചോണ്ട് നാട്ടുകാരെ വീട്ടുകാരൊക്കെ വിളിച്ചു വരുത്തി. എല്ലാവരും വന്ന് ഇതിനെ പൊക്കിയെടുത്തു. നിങ്ങൾ ഓർക്കണം, 10-28 വയസ്സുള്ളൊരു പെൺകുട്ടി ഒരുത്തന് ഇട്ടേച്ചു പോയെന്ന് പറഞ്ഞ് തൂങ്ങിച്ചാവാ. ഇതിനെ പൊക്കിയെടുത്തു. നിങ്ങൾ നോക്കി, നാട്ടുകാരും വീട്ടുകാരും കഴിഞ്ഞാൽ പോലീസ് കേസായി. പോലീസ് വന്ന് ഏറ്റവും ആദ്യം പരിശോധിക്കുന്നത് എന്തായിരിക്കും? ഈ കൊച്ചിന്റെ ഫോൺ. ഈ കൊച്ചിനെ ഏറ്റവും അവസാനം വിളിച്ചതാരാ? ഞാൻ. നിങ്ങൾ ചിരിക്കണോ? മനുഷ്യനെ ഉറങ്ങിയിട്ടില്ല അന്ന് രാത്രി. എനിക്കൊരു കോള് വന്നു, ഒരു പോലീസുകാരൻ്റെ കോളായിരുന്നു. നമ്മൾ ഈ ട്രൂ കോളർ ഇട്ടുകൊണ്ട് കൃത്യമായിട്ട് അറിയാം, ഒരു പോലീസുകാരൻ്റെ കോളാ. മാന്യമായിട്ടാണ് അദ്ദേഹം വിളിച്ചേ. ആദ്യമേ തന്നെ സ്നേഹത്തോടെ വിളിച്ചേ, ആരടാ നീ? ഞാൻ പറഞ്ഞു ജിനുവച്ചൻ. ഏത് കിനുവച്ചൻ? ഞാൻ ഈ ധ്യാനിപ്പിക്കാനും പ്രസംഗിക്കാനൊക്കെ പോണ ജിനുവച്ചൻ. അച്ഛനൊന്നും ഈ രാത്രി പെൺകുട്ടിയായിട്ട് സല്ലാപം. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നു സാറേ, ചാവണമെന്ന് പറഞ്ഞെന്നെ വിളിച്ചതാ, ഞങ്ങൾ കോൾ റെക്കോർഡൊക്കെ ഒന്ന് പരിശോധിക്കട്ടെ. ഞാൻ പറഞ്ഞു സാറത് പരിശോധിച്ചോ? ഞാൻ ആകെ ഒരു ഡയലോഗാണ് പറഞ്ഞിട്ടുള്ളൂ, എനിക്കറിയാലോ അത്. പോട്ടടി മോളെ, ദൈവം നിന്നെ കാത്തുകൊള്ളടി, ദൈവം നിന്നെ സ്നേഹിക്കണടി. എനിക്കറിയാം, അത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ.
അച്ഛനെ അത് പരിശോധിച്ചോ, സാറത് പരിശോധിച്ചോ, എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. 2 മണിക്കൂറിന് ശേഷം ഈ പോലീസുകാരനെ തിരിച്ചു വിളിച്ചു. അച്ഛാ, അച്ഛനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തേ സാറേ? അച്ഛൻ ഞാൻ എന്തെങ്കിലും വാക്കുകൾ കറുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനോട് ക്ഷമിച്ചേക്കണം കേട്ടോ. ഇപ്പോഴാണ് ഞങ്ങൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കയറി അച്ഛനെ ടോക്ക് കേട്ടെ. ഇപ്പോഴാണ് അച്ഛൻ ആരാധന ഞങ്ങൾക്ക് മനസ്സിലായേ. എന്തെങ്കിലും വാക്കുകൾ മറത്തു പോയിട്ടുണ്ടെങ്കിൽ അച്ഛനൊന്ന് ക്ഷമിച്ചേട്ടാ. കോൾ റെക്കോർഡൊക്കെ പരിശോധിച്ചാ അച്ഛൻ പറഞ്ഞത് തന്നെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ അച്ഛാ, അച്ഛനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അച്ഛൻ സൂക്ഷിക്കണം, ശരിയല്ലേ? പേടിച്ചിട്ടിപ്പോൾ ഒരു ഫോൺ എടുക്കണേ. ഒരിക്കൽ കുറച്ച് നാൾ മുമ്പ് ഒരു UK ഒരു പെൺകുട്ടി കണ്ടിന്യൂസ് ആയിട്ട് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കുക, അച്ഛനോട് മിണ്ടണം, അച്ഛനോട് മിണ്ടണം, അച്ഛനോട് മിണ്ടണം, അച്ഛനോട് മിണ്ടണം. കണ്ടിന്യൂസ് ആയിട്ട് ഒരാഴ്ച മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ ഇതിനെന്തെങ്കിലും അത്യാവശ്യമുള്ള കാര്യമായിരിക്കും. പിറ്റേ ദിവസം എടുത്ത് മിണ്ടി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് മാനസികമായിട്ട് എന്തോ പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞു, പൊന്നു മോളെ, അച്ഛൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചേക്കാം, ഈ ഒരു കൗൺസിലിങ്ങിനൊക്കെ പോട്ടാ, അച്ഛൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, നീ ധൈര്യമായിട്ടിരിക്കും. ഫോൺ വെച്ചു. പിറ്റേ ദിവസം തൊട്ട് പിന്നെയും മെസ്സേജ് ചെയ്യുക, അച്ഛനോട് മിണ്ടണം, അച്ഛനോട് മിണ്ടണം, അച്ഛനോട് മിണ്ടണം. കണ്ടിന്യൂസ് ആയിട്ട് ഒരാഴ്ച മെസ്സേജ് വന്നു, ഞാൻ എടുത്തില്ല. പിറ്റേ ദിവസം കോൾ ചെയ്തു, ഞാൻ എടുത്തില്ല. പിറ്റേ ദിവസം എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചേക്കാം, അച്ഛന് ഞാൻ ഫോൺ എടുത്തില്ലെങ്കിൽ അച്ഛൻ്റെ പേര് എഴുതി വെച്ച് ഞാൻ തൂങ്ങിച്ചാവുന്നു. നിങ്ങൾ ചിരിക്കണം, ഞാൻ രാത്രി ഉറങ്ങിയിട്ടില്ല. അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇന്ന് എടുത്തു വെച്ചേക്കാം. ഞാൻ ഈ ബോധമില്ലാത്തത് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നാളെ പോലീസ് വന്ന് അവൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പരിശോധിച്ചാ എൻ്റെ പേര് എഴുതി വെച്ചേക്കാൽ ഈ പാവം. നിങ്ങൾ എന്താ വിചാരിച്ചേ? ഇന്നത്തെ പിള്ളേരൊക്കെ ഇങ്ങനെയാണ്. ഞാൻ ചെയ്ത എന്താ പറ്റിയ നമ്മുടെ ലോകത്തിന്? ദൈവത്തെ അറിയാൻ, ദൈവത്തെ സ്നേഹിക്കാൻ ഇന്ന് മനുഷ്യരും മറന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഈ കുടുംബ നവീകരണ ധ്യാനത്തിന് ഞാൻ ആദ്യത്തെ ദിവസം നിങ്ങളോട് പറയണേ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തിനേക്കാളും സ്ഥാനം ദൈവത്തിന് കൊടുക്ക്. ആ ദൈവം നിങ്ങളെ നോക്കിക്കോളും. നിങ്ങൾ ഓർത്തൊക്കെ പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ, ഇസ്രായേൽ ജനം യുദ്ധം ചെയ്യാൻ പോയപ്പോൾ ഒരു മനുഷ്യൻ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചു. ആര്? മോശയുടെ കരങ്ങൾ ഉയർത്തിയപ്പോഴൊക്കെ ഇസ്രായേൽ ജനം യുദ്ധത്തില് ജയിച്ചു എന്ന് പറയണേ. മോശയുടെ കാര്യങ്ങൾ എപ്പോഴൊക്കെ താഴ്ന്നു പോയി അപ്പോഴൊക്കെ ഇസ്രായേൽ ജനം യുദ്ധത്തില് തോറ്റു. എന്തേ നമ്മുടെ മക്കള് തോക്കണേ? ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ ഉയർത്താൻ കരങ്ങള് ഇല്ല. തിരക്കല്ലേ? വാട്സപ്പ് നോക്കണം, ഫേസ്ബുക്ക് നോക്കണം, യൂട്യൂബ് നോക്കണം, ചാറ്റ് ചെയ്യണം. എന്തൊക്കെ നേരാ ചിന്തിച്ചോക്കെ. കഴിഞ്ഞ ദിവസം ഒരു മരിച്ചടക്കിന് പോയപ്പോൾ ഒരു വെല്ലുമിച്ച് വന്ന് എൻ്റെ കൈക്ക് പിടിച്ചേക്കാ. ഞാൻ ചോദിച്ചു, ചട്ടയും കൊണ്ടെടുത്തൊരു സാധനം മേക്കണം മോതിരൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നോട് കൈക്ക് മരിച്ചെടുക്ക് കഴിഞ്ഞാൽ കാറി കയറാൻ നേരത്തെ എൻ്റെ കൈക്ക് വന്ന് പിടിച്ചു. ജിനു അച്ഛനല്ലേ? ഞാൻ പറഞ്ഞ അതെ. യൂട്യൂബിലൊക്കെ പ്രസംഗിക്കണേ. അപ്പം ഞാനിതിന് അടിമുടി നോക്കി. അതെ വെല്ലുമിച്ചി, ഞാൻ പ്രസംഗമൊക്കെ കേൾക്കാറുണ്ട് അച്ഛൻ്റെ. ചേച്ചി അമ്മച്ചിയോ? എന്നിട്ട് ഈ പുള്ളിക്കാരത്തി എന്നോട് പറഞ്ഞൊരു ഡയലോഗുണ്ട്. അച്ഛനൊന്നിട്ട് വിചാരിച്ചേ, അച്ഛൻ്റെ ഫോളോവറല്ലേ ഞാൻ. എന്തൊട്ട് ഈ ഫോളോവർ എന്ന് എനിക്ക് അന്നാ മനസ്സിലായേ. പ്രായമായി CC അടിഞ്ഞ കുഴിയിൽ വയ്ക്കാറുള്ള ഒരു ഫോളോവറാ ഞാൻ. എന്തിനത് പറഞ്ഞതെന്നറിയോ? നമുക്ക് ദൈവത്തിൻ്റെ അടുത്തിരിക്കാൻ സമയമില്ല, ഇതൊക്കെ സമയമുണ്ടെന്ന്. നിങ്ങൾ ടോക്കൊക്കെ കേട്ടോട്ടോ, എൻ്റെ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. എന്നാലും ഞാൻ പറയാം, ദൈവത്തിൻ്റെ അടുത്തിരിക്ക്. നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം. പാട്ടുണ്ടല്ലോ, അബ്രാഹത്തിൻ ദൈവം, ഇത്രയും ദാരിദ്ര്യം പിടിച്ച സിംഗേഴ്സിനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഒന്നുകൂടി ഒന്ന് പാടി. അബ്രാഹത്തിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. അബ്രാഹത്തിൻ ദൈവം, സിയോൻ യാത്രയതിൽ സിയോൻ യാത്രയതിൽ എങ്ങനെയുള്ള ദൈവമൊക്കെ നമ്മുടെ കൂടെ? അബ്രാഹത്തിൻ്റെ ദൈവം, ഇസഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം നമ്മുടെ കൂടെയുണ്ടെന്ന് നമ്മൾ പറയണേ. ചിന്തിച്ചു നോക്ക്. എൻ്റെ അപ്പൻ പാടുന്ന ഒരു പാട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം.
പിള്ളേർക്കറിയുമെന്ന് എനിക്കറിയത്തില്ല. എവിടെ പോയി പാടിയാലും ഇത് പാടും. കേരളത്തിൻ്റെ എവിടെ പോയി പാടിയാലും. അത്യാവശ്യം പുറത്തൊക്കെ പോകാനൊരു അവസരം തമ്പുരാൻ എനിക്ക് തന്നിട്ടുണ്ട്. എൻ്റെ കഴിവ് കൊണ്ടൊന്നല്ല, ദൈവത്തിൻ്റെ മഹത്വം കൊണ്ട്. ഒരു 16 രാജ്യങ്ങളിൽ പോയിട്ടുണ്ട് ഞാൻ പ്രസംഗിക്കാൻ. അത് ദൈവത്തിൻ്റെ മഹത്വം മാത്രമാണ് കേട്ടോ, അല്ലാണ്ട് എൻ്റെ കഴിവൊന്നുമില്ല. എനിക്ക് വലിയ വെളിവൊന്നുമില്ല, ഇപ്പോഴും ഇല്ല. പക്ഷെ തമ്പുരാൻ്റെ അനുഗ്രഹം കൊണ്ട് പോകാനൊക്കെ പറ്റിയിട്ടുണ്ട്. എവിടെ പോയാലും നിങ്ങൾ കേരളത്തിൽ അങ്ങ് തൊട്ട് കാസർഗോഡ് തൊട്ട് നിങ്ങൾ തിരുവനന്തപുരം നെയ്യാറ്റിൻകര വരെ പിടിച്ചോ, തക്കല രൂപത വരെ പിടിച്ചോ, എവിടെ പോയി പാടിയാലും ഈ പാട്ട് ആൾക്കാർ പാടും കേട്ടോ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പാട്ടാ കണ്ണുനീർ താഴ്വരയിൽ കാര്യം നടത്തി തരും നിന്മനം നിന്നോട് നിർത്തിപ്പോൾ തരാം. നിനക്കറിയോ ഈ പാട്ട്? ഇല്ല. നിനക്കറിയോ? നിനക്ക് തൊപ്പിക്കാരനറിയോ? അറിയോ? ഇല്ല. മോനറിയോ? ഓജാബോർഡിനെ കുറിച്ച് അറിയാം, കണ്ണുനീർ താഴ്വര അറിയാൻ പാടില്ല. മുത്തിനറിയോ? ഇല്ല. 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 പെൺകുട്ടി മുത്തേ, റോസ് പിടിച്ച് ഡ്രസ്സ് ഇട്ട മുത്തേ, മുത്തിനറിയോ? ഇല്ല. കേട്ടിട്ടുണ്ടോ? ഇല്ല. നല്ല കുട്ടി കേട്ടോ. കേട്ടിട്ടുണ്ടോ? ഇല്ല. കേട്ടിട്ടുണ്ടോ? ഇല്ല. കേട്ടിട്ടുണ്ടോ? പിന്നിലെ കുട്ടിയെ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അറിയോ? ഇല്ല. നല്ല കുട്ടി കേട്ടോ. അറിയോ? ഇല്ല. അറിയോ? ഓജാബോർഡിനെ കുറിച്ച് എല്ലാത്തിനും അറിയാം. കണ്ണുനീർ താഴ്വര അറിയാൻ പാടില്ല. നിങ്ങൾ വാദോരാതെ പാടിയില്ല. നിങ്ങളുടെ ഈ മക്കൾക്ക് നിങ്ങൾ കേട്ട് പഠിപ്പിച്ചു കൊടുത്തണ്ട. വേറൊരു പാട്ട് പറയാം. റോസാപ്പൂ മാല തരാം, റോസാപ്പൂ വീട് തരാം, റോസാപ്പൂ ചന്തമുള്ള പെണ്ണാണു നീ. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? റോസ് ഇട്ട മോളെ കേട്ടിട്ടുണ്ടോ? മോളെ പിന്നിലിരിക്കണ മോളെ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? അത് കേട്ടിട്ടുണ്ട്. മറ്റേതുണ്ടല്ലേ കാവാലയ്യ, അത് കേട്ടിട്ടുണ്ടോ? എനിക്ക് ഉറപ്പാ അത് കേൾക്കണ്ടാവും. ഈ ലോകത്തോളം എല്ലാം കേട്ടിട്ടുണ്ടാവും. കണ്ണുനീർ താഴ്വരൊന്നും കേട്ടിട്ടുണ്ടാവില്ലേ? നിങ്ങൾ ഈ റോസാപ്പൂ മാല തരാം, റോസാപ്പൂ വീട് തരാമെന്ന് പറഞ്ഞ പാട്ട് പാടിയപ്പോൾ രസമുണ്ടായ ഞാൻ ഈ നെയ്യാറ്റിൻകര രൂപതയിൽ, അത് ഏത് പള്ളിയാ, അയ്യോ കാട്ടാക്കട അടുത്തൊരു പള്ളിയിൽ ഇത് പോയി പാടി. എൻ്റെ പൊന്നോ, ഞാൻ ഈ റോസാപ്പൂ മാല തരാം, റോസാപ്പൂ വീട് തരാം, റോസാപ്പൂ ചന്തമുള്ള പെണ്ണാണോ നീ. അപ്പോൾ മുമ്പിലിരിക്കണ വല്യമ്മിച്ചി കൈകൂപ്പി പിടിച്ചേക്കാ. ഞാൻ ചോദിച്ചു എന്തിയേ, ഇത് പുതിയ പത്തികാനല്ലച്ചാ. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നമ്മച്ചിയെ ഇത് പത്തികാനൊന്നുമല്ല, ഇത് സിനിമപ്പാട്ടാ. പുള്ളിക്കാരത്തി വിചാരിച്ചത് മാതാവിനോടുള്ള പത്തികാനാ നിന്നിട്ടാ. റോസാപ്പൂ മാല തരാം, റോസാപ്പൂ വീട് തരാം, റോസാപ്പൂ ചന്തമുള്ള പെണ്ണാണ് നീ. ആര്? മാതാവ്. തേങ്ങാക്കൊല ഞാൻ പറയണ്ട. ഞാൻ അമ്മച്ചോട് പറഞ്ഞൊന്നും മിണ്ടാണ്ടിരിക്കാൻ അവിടെ. നിങ്ങൾ ചിന്തി നോക്കി, നമുക്കിതൊക്കെ അറിയുള്ളൂ. നമുക്ക് നമ്മുടെയൊക്കെ ഇത്രയേ ഉള്ളൂന്ന് കേട്ടോ. അതുകൊണ്ടൊക്കെ ഈ മക്കളെ വല്ലപ്പോഴൊക്കെ ഇതൊന്ന് പഠിപ്പിക്ക്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പാട്ടാ, ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട്. അതിലെനിക്ക് അവസാനത്തെ വരി ഏറ്റവും ഇഷ്ടം. നിന്മനം ഇളകാതെ, നിന്മനം പതറാതെ, നിന്നോട് കൂടെയെന്നും ഞാനുണ്ട അന്ത്യം വരെയെന്ന്. ഇതുപോലെ ശക്തിപ്പെടുത്തുന്നൊരു വചനം ഏതുള്ളേ? അതുപോലെ നിങ്ങൾ പഠിക്കേണ്ട ഒരു വചനമാണ് ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 31-ാം തിരുവചനം. വളരെ സുന്ദരമായൊരു വചനം അത്. ആ വചനം ഒന്ന് പഠിക്കണം നിങ്ങൾ പറ്റുമെങ്കിൽ. ഏശയ്യാ 40:31. എന്താ വചനം? ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും, അവർ പരുന്തിനെ പോലെ ചിറകടിച്ചുയരും, അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ 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 തളരില്ലെന്ന്. കർത്താവ് കൂടെയുള്ളവൻ്റെ ജീവിതത്തെ തൊടാൻ ആരും പേടിക്കും. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 31-ാം തിരുവചനം. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ യൂട്യൂബിലെ പറഞ്ഞിട്ടുള്ളൊരു സന്ദേശം അത്. നിങ്ങൾ പറ്റുമെങ്കിൽ പൗലോസ്ലീഹയുടെ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 31 തൊട്ടൊന്ന് വായിക്കണം. വളരെ ശക്തിപ്പെടുത്തുന്നൊരു വചനം അത്. മാനസികമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മനസ്സ് തകർന്നു പോയി എന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾ ആ ബൈബിൾ ഭാഗം ഒന്ന് എടുത്ത് വായിച്ചു നോക്കിയേ, നിങ്ങൾ ശക്തി പ്രാപിക്കും. ഭയങ്കര പവർഫുള്ളായിട്ടൊരു വചനമാണ്. ആ വചനം എങ്ങനെയാ? വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 31-ാം തിരുവചനം. എന്താ വചനം? ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമ്മുടെ എതിര് നിൽക്കും?
നിങ്ങളുടെ ജീവിതത്തിൽ ഓർക്കേണ്ട കാര്യം അത്. ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആരാ നമുക്ക് എതിരെ നിൽക്കണേ? ആരാ എതിരെ നിൽക്കണേ? ഒരാളെതിരെ നിൽക്കില്ല. ദൈവം ഉണ്ടാകണം നിങ്ങളുടെ കൂടെ. വലതരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നീ ജീവിതത്തിൽ ചിന്തിക്കണം, എൻ്റെ കൂടെ ദൈവം ഉണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൻ്റെ ഏത് പ്രശ്നവും മാറ്റിത്തരും. ഞാൻ ചോദിച്ചോട്ടെ, ദൈവം കൂടെയുള്ള മനുഷ്യൻ പേടിക്കോ? പേടിക്കോ? നിങ്ങൾക്ക് പേടിയുണ്ടോ? എന്നാ തള്ളണേന്നറിയോ? ദൈവം കൂടെയുള്ള മനുഷ്യൻ ടെൻഷൻ അടിക്കോ? ഇല്ല. നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടോ? ഇല്ല എന്നാണോ? ടെൻഷൻ ഉണ്ടെന്നാണ്. അപ്പൊ ദൈവം ഉണ്ടോ? തേങ്ങയുണ്ട്. നിങ്ങൾ ചിന്തിക്കണം, ദൈവം കൂടെയുള്ള മനുഷ്യൻ പേടിക്കില്ല. എന്തു വന്നാലും അവൻ പേടിക്കില്ല. കാരണം അവൻ്റെ കൂടെ ദൈവമുണ്ട്. എനിക്ക് നിങ്ങളോട് പറയണമെന്നറിയോ, ദൈവം ഉണ്ടെന്ന് വിശ്വസിക്ക്. നിന്റെ മക്കൾക്ക് നീ ദൈവത്തെ കൊടുക്ക്. നീ ലോകത്തിലുള്ള എന്ത് കൊടുത്താലും ദൈവത്തെ കൊടുക്കാൻ മടിക്കില്ലേ? നിന്റെ കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥനയില്ലാത്ത ഒറ്റ ദിവസം ഉണ്ടാവരുത്. ഒറ്റ ദിവസം. എനിക്കതാണ് നിങ്ങളോട് പറയാനുള്ളൂ. ഒറ്റ ദിവസം പോലും പ്രാർത്ഥിക്കാതിരിക്കരുത്. ഞാനിരുന്നൊരു ഇടവകയിൽ എനിക്ക് ഇങ്ങനത്തെ അരവട്ടകളൊക്കെ കുറേ ഉണ്ട്. ഞാൻ ഒരിക്കൽ എൻ്റെ വികാരിച്ചോണ്ട് പറഞ്ഞു, അച്ഛാ എനിക്കൊരു ആഗ്രഹമുണ്ട്, നമ്മുടെ എല്ലാ വീട്ടിലും കുടുംബ പ്രാർത്ഥന ചെല്ലണം. അപ്പം അച്ഛൻ പറഞ്ഞു, അതിനെന്ത് ചെയ്യാൻ പറ്റൂടാ? അച്ഛാ നമുക്ക് കുരിശുമണി അടിക്കുമ്പോൾ 8 മണി അടിക്കുമ്പോൾ ഞാൻ ലോഹൊക്കെ ഇട്ട് നമ്മുടെ വീടിൻ്റെ എല്ലാ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോവാം. അപ്പം അച്ഛൻ പറഞ്ഞു, നീ പോണോടാ? അച്ഛൻ ഞാൻ പോക്കോളാം. അപ്പം ഞാൻ പള്ളിയിൽ വിളിച്ചു പറഞ്ഞു, എല്ലാ വീട്ടിലും ഇനി 8 മണിക്ക് കുടുംബ പ്രാർത്ഥനയുടെ ശബ്ദം കേൾക്കണം, വാതിലുകളൊക്കെ തുറന്നിട്ട് പ്രാർത്ഥിച്ചാൽ മതി. അപ്പം ഞാൻ നിങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ കൂടെ പോവും. പ്രാർത്ഥന ഇല്ലാത്ത വീടിനെ കുറിച്ച് അച്ഛൻ റിപ്പോർട്ട് ചെയ്യും. ഞാൻ പിറ്റേ ദിവസം തൊട്ട് ഒരു കുടയും പിടിച്ച് ലോഹിയിട്ട് എൻ്റെ പള്ളിയുടെ എല്ലാ വഴി കൂടെ നടക്കാൻ തുടങ്ങി. ഓരോ റൂട്ടിൽ കൂടെ പോയി തുടങ്ങി. 2 ആഴ്ചയെ പോയുള്ളൂ കേട്ടോ. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ആൾക്കാർ കവലയ്ക്ക് പറയാൻ തുടങ്ങി, 8 മണിക്കൊരു ഭൂതം വണ്ട് ആ ഭൂതത്തെ നോക്കിക്കൊള്ളണമെന്ന്. അതോടുകൂടെ നിർത്തി. വികാരിച്ചൻ പറഞ്ഞു, എൻ്റെ പൊന്നു മോനെ, നിന്നിപ്പോൾ ഭൂതമെന്ന് ആൾക്കാർ വിളിക്കണേ, നീ ഇവിടെ അങ്ങനെ ഇരിക്കുക, നിൻ്റെ ആത്മാർത്ഥത കൊണ്ട് ചെയ്യുന്നതായിരിക്കാം. പക്ഷേ ഈ 2 ആഴ്ച എനിക്ക് തന്ന അനുഭവങ്ങൾ, എൻ്റെ പൊന്നോ, കുടുംബ പ്രാർത്ഥനയൊക്കെ കേൾക്കണം നിങ്ങൾ. ഞാനൊരു വീടിൻ്റെ ഇങ്ങനെ പ്രാർത്ഥന കേട്ട് പോണ നേരത്ത് ഒരു വീട്ടിൽ നിന്ന് വെടിക്കെട്ട് ശബ്ദത്തിൽ പ്രാർത്ഥന വരാ. കർത്താവേ, ഇത്രയും സുന്ദരമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബം. അടുത്ത ഞായറാഴ്ച ഈ വീടിനെ കുറിച്ച് പള്ളിയിൽ പറഞ്ഞിരിക്കണം. ഞാൻ നോക്കുമ്പോൾ വീട് ഇച്ചിരി ദൂരെയാണ്, പക്ഷേ നിങ്ങളുടെ അപ്പുറത്ത് ഭിത്തി ഇച്ചിരി ദൂരെ ഇറങ്ങിയിരിക്കണം വീട്. പക്ഷെ നല്ല ശബ്ദത്തിലാണ് പ്രാർത്ഥന വരാം, വെടിക്കെട്ട് ശബ്ദത്തിൽ, വാതിലൊക്കെ തുറന്നിട്ട് മുഴങ്ങ പ്രാർത്ഥന. ഞാൻ പറഞ്ഞു, കർത്താവേ, ഈ വീടിനെ കുറിച്ച് അടുത്ത ഞായറാഴ്ച എന്തൊക്കെയാലും എനിക്ക് പറഞ്ഞിരിക്കണം. ഞാനിങ്ങനെ ആ വീട്ടിലേക്ക് ഈ പ്രാർത്ഥനയുടെ ശബ്ദം കേട്ടങ്ങടെ ചെല്ല. സാധാരണ ഞാൻ കേട്ടിട്ടുണ്ട് ഈ പ്രാർത്ഥിക്കുന്ന വീട്ടിൽ നിന്നൊക്കെ മുല്ലപ്പൂവിൻ്റെ മണം ഉണ്ടാവുന്നു. പക്ഷേ ഈ വീട്ടിൽ നിന്ന് വരുന്നത് നാളെ ചാള വറുത്തതിൻ്റെ മണമാണ്. എനിക്കാണെങ്കിൽ ഈ സാധനം ഭയങ്കര ഇഷ്ടമാണ്, വറുത്ത മീൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഈ മണത്ത് പട്ടി മണത്ത് ചെല്ലണ പോലെ ചെല്ലുക. ചെന്ന് വാതുക്ക നിന്ന് ഞാൻ കുട സൈഡിൽ വെച്ച് അകത്തേക്ക് ഇങ്ങനെ നോക്കുക. അപ്പം ഞാൻ നോക്കുമ്പോൾ ഒരപ്പനിരിപ്പുണ്ട്, 2 മക്കളിരിപ്പുണ്ട്. ഞാൻ ചെല്ലുമ്പോൾ പരിശുദ്ധം പറയുമ്പോൾ തീർന്നേക്കാം. ഇനി നന്മ എന്ന് പറഞ്ഞാൽ പറയുമ്പോൾ ആരെങ്കിലും തുടങ്ങണം. അപ്പം പരിശുദ്ധം പറയുമ്പോൾ തീർന്ന വഴിക്കുണ്ട് ഞാൻ അകത്തേക്ക് നോക്കണേ. അകത്തേക്ക് നോക്കിയ വഴി ഈ പന്തം കണ്ട പെരിഞ്ചാഴി നോക്കണല്ലേ, 3 എന്നെ നോക്കാം. അപ്പം ഞാൻ പറഞ്ഞു കണ്ടിന്യൂ. ഞാൻ അങ്ങനെ അപ്പം ഇവർ മൂത്ത കൊച്ചർക്കൻ എന്നെ നോക്കിയിട്ട് കാണിക്കുക. അപ്പം ഞാൻ നോക്കുമ്പോൾ ഒരു നന്മ നിറഞ്ഞ മറിയമേ നടന്നു വരുന്നുണ്ട്. നന്മ നിറഞ്ഞ പറയുമ്പോൾ നടന്ന് വന്ന് ഞാൻ നോക്കുമ്പോൾ പുള്ളിക്കാരത്തി ആ മുറിയിൽ വന്നിട്ട് കയ്യിൽ ചട്ടകൊണ്ട് കേട്ടോ, ചാള മറച്ചിട്ട ചട്ടകൊണ്ട് അത് പിടിച്ചിട്ട് ചെല്ലുക. നന്മ നിറഞ്ഞ പറയുമേ നിനക്ക് സുസ്തി. ആർക്ക്? ചാളയ്ക്ക്. കർത്താവ് നിന്നോട് കൂടെ. ആരോട്? ചാളയോട് കൂടെ. സ്ത്രീകളിൽ നീ അനുഗ്രഹീത. ആര്? ചാള. നിങ്ങൾ ചിരിക്കണ്ട, നിങ്ങളുടെ വീട്ടിലെ പ്രാർത്ഥനയാണ്, നമ്മുടെ കുടുംബത്തിൻ്റെ പ്രാർത്ഥനയാണ്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം തന്നെ, ആർ യു സീരിയസ് അബൌട്ട് ഗോഡ്? ആർ യു സീരിയസ് അബൌട്ട് ഗോഡ്? നോ. എൻ്റെ കാര്യം നടക്കാൻ കർത്താവ് വേണം, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിന് കർത്താവ് വേണോ? എനിക്കിതൊക്കെ സീരിയസ് ഒന്നുമല്ല അല്ലേ? ഞാൻ എപ്പോഴും ഈ പ്രസംഗിക്കാൻ പോകുമ്പോൾ നിങ്ങളൊരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മുമ്പിൽ ചെന്നെങ്കിൽ ഈ കോമാളിത്തരം കാണിക്കുമോ?
ഒരു മന്ത്രി നിന്റെ മുമ്പിൽ വന്നിരിക്കും, ഒരു വികാരിയച്ഛൻ നിന്റെ മുമ്പിൽ വന്നിരുന്നാ നീ ആ ചാള മറിച്ചിട്ട് ചട്ടകം പിടിച്ചോണ്ട് വരുമോ? ഒരു വികാരിയച്ഛന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് പോലും നിന്റെ ദൈവത്തിന് നിനക്ക് കൊടുക്കാനില്ല. ഞാൻ എപ്പോഴും ചോദിക്കും, ആർ യു സീരിയസ് അബൌട്ട് ഗോഡ്? അന്ന് ഞാൻ പോയ വഴിക്ക് എന്തൊക്കെ കുളിച്ചിട്ട് പ്രാർത്ഥിക്കുന്നവരൊക്കെ ഉണ്ട്. കുളിച്ചിട്ട് ബാത്റൂമിൽ ഞാൻ നോക്കുമ്പോ പുള്ളി സ്വർഗസ്ഥ പിതാവ് രാത്രി ഇങ്ങനെ ആക്കണേ. ഞാൻ വിചാരിച്ചു ഇത്രയും മുഴക്കത്തോടു കൂടി ആരുടെ പ്രാർത്ഥിക്കണേ. ഞാൻ അകത്ത് ചെല്ലുമ്പോ പുള്ളി കുളിച്ചോണ്ടിരിക്കുക. ഭാര്യ മക്കളും അലമുറയിട്ട് നന്മ നിറഞ്ഞു പറയുമ്പോ പുള്ളി പിന്നെ നന്മ നിറഞ്ഞു പറയുമ്പോ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സോപ്പൊക്കെ പോയിട്ടാണ് പുള്ളി അല്ലണേ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, ആർ യു സീരിയസ് അബൌട്ട് ഗോഡ്? നോ. നമുക്കിതൊക്കെ ഒരു കളിത്തമാശയാണ്. സമയം അങ്ങോട്ട് തീർക്കണം. ഇതങ്ങോട്ട് തീർത്തിട്ട് വേണം. നമ്മൾ എന്ന് ദൈവത്തിനെ സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങിയോ അന്ന് തൊട്ട് നിന്റെ ജീവിതത്തിന് അനുഗ്രഹം ഉണ്ടാവുള്ളൂ. എന്ന് നീ ദൈവത്തെ വളരെ നിസ്സാരമായിട്ട് കാണാൻ തുടങ്ങിയോ അന്ന് നിന്റെ ജീവിതത്തിൽ പതനങ്ങൾ തുടങ്ങിയിട്ടുണ്ടാവും. നീ ചിന്തിച്ചോ? എന്ന് നിന്റെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന നീ നിർത്തിയോ അന്ന് നിന്റെ കുടുംബം പലവിധ ബുദ്ധിമുട്ടിലേക്ക് പോയിട്ടുണ്ടാവും. എന്ന് നിന്റെ ജീവിതത്തിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കാതെ നിന്റെ ജോലിക്ക്, നിന്റെ ബന്ധങ്ങൾക്ക്, നിന്റെ സുഹൃത്തിന്, നിന്റെ സോഷ്യൽ മീഡിയയ്ക്ക്, നിന്റെ മൊബൈൽ ഫോണിന് നീ ഇമ്പോർട്ടൻസ് കൊടുത്തോ അന്ന് നിന്റെ കുടുംബം തകർന്നു പോയിട്ടുണ്ടാവും. വലുതാരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് ഒറ്റ കാര്യം നിങ്ങളോട് പറയാം, രക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹമുണ്ടോ? നീ കർത്താവിൻ്റെ കൂടെ ഇരിക്കാൻ നോക്കണം. നിന്റെ ജീവിതത്തിൽ രക്ഷ വേണോ? നീ കർത്താവിൻ്റെ കൂടെ ഇരിക്കണം. നിന്റെ ജീവിതത്തിൽ കൃപ വേണോ? നിന്റെ മക്കൾ രക്ഷപ്പെടണോ? നിന്റെ കുടുംബത്തിന്റെ കടബാധ്യത മാറണോ? നിന്റെ മക്കളെ ജീവിതത്തിൽ വിദേശത്ത് പോകണോ? നിന്റെ കൊച്ചിന്റെ കല്യാണം നടക്കണോ? നിന്റെ ജീവിതത്തിൽ രോഗങ്ങൾ മാറണോ? നീ ഒറ്റ കാര്യം ചെയ്യ്, നീ തമ്പുരാന്റെ അടുത്ത് പോയിരിക്കി, നീ തമ്പുരാന്റെ മുമ്പിൽ നിലവിളിക്ക്. ജോയൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 32-ാം തിരുവചനത്തില് നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരൊക്കെ രക്ഷ പ്രാപിക്കും എന്ന് പറയണേ. രക്ഷ പ്രാപിക്കും. ഒറ്റ നാമമുള്ളത്, അത് കർത്താവിൻ്റെ നാമമാണ്. നീ ദൈവത്തിൻ്റെ മുമ്പിൽ താഴ്മയോടെ നിന്നോക്കേ, നിന്റെ ദൈവം നിന്നെ ഉയർത്തും. നിന്റെ ജീവിതത്തെ ഉയർത്തും, നിന്റെ കുടുംബത്തെ ഉയർത്തും, നിന്റെ മക്കളെ ഉയർത്തും. നീ ജീവിതത്തിൽ എത്ര വലിയ കഷ്ടപ്പാട് പെട്ടാലും ദൈവം കൂടിയില്ലെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ല മക്കളെ. അച്ഛൻ വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞൊരു കാര്യമാണ്. അച്ഛൻ തമാശ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ നിങ്ങൾ കേട്ടോളാം. നീ നിന്റെ ജീവിതത്തിൽ തമ്മിൽ എത്ര സ്ഥാനം കൊടുത്തങ്ങണേ? ആർ യു സീരിയസ് അബൌട്ട് ഗോഡ്? നമുക്ക് പ്രാർത്ഥന ഒരു കളിത്തമാശയാ. ചിരിച്ചും കളിച്ചും നമ്മൾ പ്രാർത്ഥിക്കുക. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, എൻ്റെ ദൈവത്തിന് ഞാൻ അത്രമാത്രം വില കൊടുത്ത ആ ദൈവം എന്നെയും വില കൽപ്പിക്കും. വലുതരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെ. എന്നിട്ട് ഈ അബ്രാഹത്തിൻ്റെ ദൈവം ആരെങ്കിലും നിങ്ങളോട് വന്നിട്ട് ചോദിക്കുക, എൻ്റെ ദേവസ്യക്കുട്ടി എന്തുട്ടി അബ്രാഹത്തിൻ്റെ ദൈവം? അപ്പം ദേവസ്യക്കുട്ടി പറയും, ആ എന്താണാവോ? നമുക്ക് ഒരു കാര്യം അറിയാൻ പാടില്ല. നമുക്കെന്നെ വിളിച്ചിട്ടാ, ഞാനും കൂടി പെട്ടു അതിൽ കേട്ടോ. ഇതിൻ്റെ പേരൊന്നുട്ടാ, ഇതിൻ്റെ പേരൊന്നുട്ടാ. ഈ ലാസ്റ്റായിട്ട് മോഹൻലാലിൻ്റെ സിനിമ ഇറങ്ങിയില്ല, അതിൻ്റെ പേരൊന്നുട്ടാ. നേരല്ലേ? അതെനിക്ക് തോന്നി. എല്ലാ ദിവസവും കാണുന്ന അച്ഛൻ്റെ കുഴത്തി കിടക്കണ ഈ സാധനത്തിൻ്റെ പേര് അറിയാൻ പാടില്ല. നിങ്ങൾക്കറിയോ? ഷാളോ? ഊറാറ, ഊറാല, ഷാള്, സ്റ്റാള്. ഷാള് അതന്നെ. നമ്മുടെ കുഴപ്പം പറയും, ഇതൊന്നും അറിയാൻ പാടില്ല. ഞാൻ എൻ്റെ ഇടവകയെ ചെയ്യുന്നതെന്നറിയോ? കാറ്റഗിസത്തിന് നമ്മുടെ എല്ലാവരുടെയും കുഴപ്പമില്ല. അച്ഛൻ്റെ അടക്കം കുഴപ്പമാണ്, അല്ലാണ്ട് വേറെ ആരുടെയും കുഴപ്പമില്ല. ഞാൻ എൻ്റെ കാറ്റഗിസം എന്നറിയോ? പള്ളിയിലെ എല്ലാ കാര്യങ്ങളെക്കുറിച്ച് മക്കളെ പഠിപ്പിക്കും. എൻ്റെ ഇടവകയിലെ എല്ലാ പിള്ളേർക്കും ഇപ്പം എന്നെല്ലാം അറിയാം. ഇതെന്താണെന്ന് വെച്ചാൽ അവർ പറയും, എന്തിനു ഉപയോഗിക്കണമെന്ന് വെച്ചാൽ പറയും. ഏതുടുപ്പും ഇതിൻ്റെ പേരെന്നോട്ടാ. ഇതിൻ്റെ പേരെന്നോട്ടാ. ബെഞ്ചോ?
ഒന്നുമില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല ഇവിടെ കേട്ടോ. ബെഞ്ചിൻ്റെ കർത്താവേ, ഞാൻ എന്തിനാന്ന് പറയുന്നറിയോ? ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം മക്കൾക്ക്. അത് നിങ്ങൾ പഠിക്കണം ആദ്യം കേട്ടോ. അപ്പം ഇതിൻ്റെ എന്താണ് ഞാൻ എൻ്റെ ഇടവകയിലെന്നറിയോ, എല്ലാ ഞായറാഴ്ചയും ഒരു കാര്യത്തെക്കുറിച്ച്, പള്ളിയിൽ ഉപയോഗിക്കുന്ന ഓരോ കാര്യത്തിനെക്കുറിച്ച് എക്സ്പ്ലനേഷൻ കൊടുക്കും. അത് നല്ല കാര്യമാണ്. ഇവിടുത്തെ കാറ്റഗിസം ടീച്ചർമാരുണ്ടെങ്കിൽ അത് ചെയ്യണം നല്ലതാണ്. എല്ലാ ഇടവകയിലും നമ്മുടെ എല്ലാ കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചിരിക്കുന്നത്. എൻ്റെ മക്കളോട് ഇതെന്തിനും ഉപയോഗിക്കണമെന്ന് വെച്ചാൽ അവർ പേരടക്കം കൃത്യമായിട്ട് പറഞ്ഞുതരും. എല്ലാ കാര്യവും ഇതിന് പേരുണ്ട്, ഓരോന്നിനും ഓരോ പേരാ. അത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യും. എന്തിനാ ഉപയോഗിക്കണേ, എന്താ അതിൻ്റെ അർത്ഥം, നമുക്കെല്ലാവർക്കും അറിയാം. പണ്ടൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്, നമ്മൾ മറന്നു പോണതാ. അപ്പം അതുകൊണ്ട് പോട്ടെ, അത് പതിയെ നിങ്ങളുടെ കാറ്റഗിസം ടീച്ചർമാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് അത് പറഞ്ഞു കൊടുക്കാൻ നോക്കണം കേട്ടോ. അത് പോട്ടെ. എന്തുട്ട് ഈ അബ്രാഹത്തിൻ്റെ ദൈവം നമ്മൾ പാടിയില്ല. അബ്രാഹത്തിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. അബ്രാഹത്തിൻ ദൈവം. എന്തുട്ട് ഈ അബ്രാഹത്തിൻ്റെ ദൈവം? അബ്രഹാം ആരായിരുന്നു? അബ്രഹാം ആരായിരുന്നു? പിതാവാ? എന്തെന്ത് മുത്തന്നി എഴുന്നേറ്റുന്നേ. വാട്ട്സ് യുവർ നെയിം? ഒരാൺ ശബ്ദം കേട്ടൂല. എന്തുട്ടാണത്? ഇസ്രായേൽ ജനത്തിൻ്റെ പിതാവെന്ന് വിളിക്കാൻ പറ്റത്തില്ലടാ, പൂർവ്വ പിതാവെന്ന് വിളിക്കാം. ഇസ്രായേൽ ജനത്തിൻ്റെ പിതാവ് എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥക്കായി. നീ എന്നാലും അത്രയും പറഞ്ഞല്ല. താങ്ക് യു. വാട്ട്സ് യുവർ നെയിം? ലിബിൻ. താങ്ക് യു ലിബിൻ. ലിബിനൊരു നല്ല കൈ കൊടുത്തേ. മതി ലിബിന. പൂർവ്വ പിതാവാണ് അബ്രാഹാം കേട്ടോ, പൂർവ്വപിതാവ്. പിന്നൊരു വിശേഷണമുണ്ട്, ആ വിശ്വാസികളുടെ പിതാവ്. എന്തുകൊണ്ട് അബ്രാഹത്തിന്റെ ദൈവം എന്ന് വിളിച്ചേ? കുന്തം മെഴിങ്ങലിരിക്കുക. എൻ്റെ കൂടെ പറഞ്ഞോ, ഞാൻ പഠിപ്പിച്ചു തരാം. ഹോംവർക്കാണ്, നാളെ വരുമ്പോൾ ചോദിക്കും. നാളെ വരുമ്പോൾ ഒരു വചനം നേരത്തെ പാഠം പഠിപ്പിച്ചിട്ടുണ്ട്. ഏതാ? ഡാലി ചേച്ചി പറഞ്ഞേ. വേറെ ആരും മിണ്ടണ്ട, പറഞ്ഞോളൂ. മോൻ പറഞ്ഞു, എൻ്റെ മോൻ പറഞ്ഞു. അവൻ എന്ത് ചെയ്യേ? പറഞ്ഞേ, അമ്മ പറഞ്ഞേ. ഈ പൂച്ചൻ്റെ കൊണ്ടെങ്കിൽ കാണാൻ പറ്റില്ല. 1 യോഹന്നാൻ 4:4. ഏതാ? നിങ്ങളിലുള്ളവൻ താഴെ ഉറുമ്പുണ്ടോ? ഇല്ല, ഉറുമ്പിനെ പറക്കാൻ പോകണ്ട, അതുകൊണ്ട് ചോദിച്ചതാ. നിങ്ങളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനല്ലോ. നാളെ വരുമ്പോൾ ഞാൻ ചോദിക്കും കേട്ടോ. ഞാൻ ചോദിക്കുന്നു വെച്ച് വരാതിരിക്കരുത് കേട്ടോ. ഞാൻ മാനത്ത് നോക്കി ചോദിച്ചോളാം, എന്നാലും പോരെ കേട്ടോ. അതുപോലെ പഠിക്കാനായിട്ടൊരു വചനം ഇത് പറഞ്ഞുതരാം. എന്താണ് അബ്രാഹത്തിൻ്റെ ദൈവം? അച്ഛനോടൊപ്പം പറഞ്ഞോ. അബ്രാഹത്തിൻ്റെ ദൈവം എന്ന് ഞാൻ ആരെങ്കിലും ചോദിച്ചാൽ ഈ ഉത്തരെങ്കിലും പറയണം. എന്തുട്ടാന്ന് പറഞ്ഞോ, ഞാൻ പറഞ്ഞുതരാം. വിശ്വസിച്ചാൽ, സ്നേഹിച്ചാൽ കൂടെ നിൽക്കുന്ന ദൈവമാണ് അബ്രാഹത്തിൻ ദൈവം. ഒന്നുകൂടി പറഞ്ഞു. വിശ്വസിച്ചാൽ, സ്നേഹിച്ചാൽ കൂടെ നിൽക്കുന്ന ദൈവമാണ് അബ്രാഹത്തിൻ ദൈവം. ഒന്നുകൂടി പറഞ്ഞു. വിശ്വസിച്ചാൽ, സ്നേഹിച്ചാൽ കൂടെ നിൽക്കുന്ന ദൈവമാണ് അബ്രാഹത്തിൻ ദൈവം. ആ റോസ്, ആ ഓറഞ്ച് കളറിട്ട് കൊച്ചെഴുന്നേറ്റെന്നേ. യു സ്റ്റാൻഡപ്പ്. സുന്ദരിയാട്ടോ, എഴുന്നേറ്റേക്ക്. ഇത്രയേ ഉള്ളൂ പൊക്കം. എന്തുട്ടാ അബ്രാഹത്തിൻ്റെ ദൈവം മോളെ? വിശ്വസിച്ചാൽ, സ്നേഹിച്ചാൽ കൂടെ നിൽക്കുന്ന ദൈവമാണ് അബ്രാഹത്തിൻ ദൈവം. താങ്ക് യു. ഇരുന്നോ. ആ രൂപത്തിന് മുമ്പിലിരിക്കുന്ന ആ മഞ്ഞ കളർ ഷർട്ടിട്ട ചെറുക്കൻ എഴുന്നേറ്റുന്നേ. സ്റ്റാൻഡപ്പ്. ഞാനിങ്ങനെ ചോദിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാ. എൻ്റെ ധ്യാനം ഇങ്ങനെ എല്ലാത്തിനും പഠിപ്പിക്കും. മുത്തിൻ്റെ പേരെന്നാ? നീ സുന്ദരനാട്ടോ. അവനെന്നെ നാണായി. പേരൊന്നുട്ടാന്ന്? ജാക്സൺ. ഓ, എന്നാ പേരടവേ. ജാക്സാ. എന്തുട്ടാടാ അബ്രാഹത്തിൻ്റെ ദൈവം? മിണ്ടരുത്. ജാക്സൺ പറഞ്ഞോളൂ. വിശ്വസിച്ചാ, സ്നേഹിച്ചാ കൂടെ നിൽക്കുന്ന ദൈവമാണ് അബ്രാഹത്തിൻ ദൈവം. ജാക്സ, വിശ്വസിച്ച സ്നേഹിച്ച മനുഷ്യന്മാര് കൂടെക്കോ? എന്നിട്ടന്ന് അവന് നാണമുള്ള. വിശ്വസിച്ച സ്നേഹിച്ച മനുഷ്യന്മാര് കൂടെ നിൽക്കോ?
എസ്ന്നോ? നിന്റെ കൂടെ ഒക്കെ എല്ലാവരും നിൽക്കണ്ടോ? ഇല്ല എന്നാ ജാക്സൺ നിക്കോടെ ജാക്സ? ആരാടാ ജാക്സന്റെ കൂടെ നിൽക്കണേ? ജാക്സൺ ഇരുന്നോ? ജാക്സൺ പേടിച്ചേക്കാ. ഓക്കെ, ഇദ്ദേഹം ഒന്ന് എഴുന്നേറ്റേ. ഈ കുട്ടികളുടെ ഇടയിൽ ഒരു ചെറുപ്പക്കാരൻ ഇരിപ്പുണ്ടല്ലോ. യു സ്റ്റാൻഡപ്പ്. എന്തുട്ടാ അപരാഗത്തിന്റെ ദൈവം? ചോദിക്കുന്നോട് കുഴപ്പമുണ്ടോ? ഇല്ല. പറയാമോ? വിശ്വസിച്ചാൽ, സ്നേഹിച്ചാൽ കൂടെ നിൽക്കുന്ന ദൈവമാണ് അബ്രാഹത്തിന്റെ ദൈവം. വിശ്വസിച്ച് സ്നേഹിച്ച മനുഷ്യന്മാർ കൂടെയൊക്കോ ഞങ്ങളുടെ വിളിപ്പിക്കും. വാട്ട്സ് യുവർ നെയിം? ബ്ലസൺ. മെൽസണോ? മെൻസൺ. എന്നെ പേരടവേ ഇതൊക്കെ. മെൻസ. വിശ്വസിച്ച സ്നേഹിച്ച മനുഷ്യന്മാർ കൂടെയൊക്കോ? ഇല്ല. അത് എന്നെ വർത്താനടേ പറഞ്ഞ നീ നിൽക്കില്ല. നീ വിശ്വസിച്ചവർ സ്നേഹിച്ചവർ ആരും കൂടെയില്ലേ? എല്ലാവരും ഇല്ല. ആരുടെ ഇല്ലാത്ത? മെൻസ. എന്നാ തള്ളടാ എന്നോട് കൂടെ തള്ളിയേ. ഞാൻ മനുഷ്യന്മാരുടെ കാര്യം ചോദിച്ചേ. ആരാ നിന്റെ കൂടെ ഇല്ലാത്ത മെൻസ? ഈ വിശ്വസിച്ചവർ സ്നേഹിച്ചവരൊക്കെ ഇന്ന് കൂടെ ഉണ്ടോ? ഇല്ല. ഒത്തിരി സ്നേഹിച്ചവരൊക്കെ ഉണ്ടായിരുന്നല്ലേ, നല്ല സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ കൂടെ ഉണ്ടോ? കാര്യം വന്നപ്പോൾ അവരൊക്കെ പോയി അല്ലേ? ദൈവം പോവോ? ഇല്ല. നിങ്ങളാ മെൻസം പറഞ്ഞിരുന്നോ വിശ്വസിച്ച് സ്നേഹിച്ച മനുഷ്യന്മാർ കൂടെ ഉണ്ടാവോ? ഉണ്ടാവൂട്ടോ. ഇല്ലാന്നൊന്നും അച്ഛൻ പറയണില്ല. ചിലതൊക്കെ ഉണ്ട്, ചങ്ക് പൊട്ടി സ്നേഹിക്കുന്നവരൊക്കെ ഉണ്ട്. ഇല്ലാന്നൊന്നും അച്ഛൻ പറയത്തില്ല. പക്ഷെ അങ്ങനെയുള്ളവരെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 100-ലൊക്കെ ഒരു 90% അല്ല, 90-ൽ ഒരു 10% കിട്ടുള്ളൂ അങ്ങനത്തെ. ബാക്കി 90-ഉം നമ്മൾ ഇട്ടേച്ച് പോകുന്നവരായിരിക്കും മിക്കവാറും അല്ലേ? വിശ്വസിച്ച് സ്നേഹിച്ച മനുഷ്യന്മാർ കൂടെ ഉണ്ടാവോ? ഇല്ല. ഈ ദൈവം മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അച്ഛൻ അങ്ങനെ പറഞ്ഞേ. നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഈ അബ്രാഹത്തിന്റെ ജീവിതം നിങ്ങളൊന്ന് പരിശോധിക്കേണ്ട ജീവിതമാണ് കേട്ടോ. എനിക്ക് ഈ ബൈബിൾ വായിക്കുമ്പോൾ ഏറ്റവും ഇഷ്ടം തോന്നിയിട്ടുള്ള ഒരു കഥാപാത്രമാണ് ഈ അബ്രാഹം എന്ന് പറയുന്നത്. വളരെ സുന്ദരനായിരുന്ന മനുഷ്യൻ. എല്ലാം ഉണ്ടായിരുന്ന അബ്രാഹത്തിന്. പക്ഷെ എല്ലാം ഉണ്ടായിരുന്ന അബ്രാഹത്തിന്റെ ജീവിതത്തിൽ തമ്പുരാൻ ഒരു കുറവ് കൊടുത്തു. എന്തായിരുന്നു ആ കുറവ്? മക്കളുണ്ടായില്ല. എത്ര വർഷം പ്രാർത്ഥിച്ചു എന്നറിയോ? ഏകദേശം എത്ര ഏട്ടാ? 99, 100 വർഷം നമുക്ക് കൂട്ടാം കേട്ടോ. അങ്ങനെ കൂട്ടിയാൽ മതി. 100 വർഷം പോട്ടെ. പ്രാർത്ഥിച്ചിട്ടുണ്ട് പുള്ളി. ചേട്ടന് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. 99, 50 ഇപ്പം അങ്ങോട്ട് തീർപ്പായി കേട്ടോ. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. പുള്ളിക്കും സംശയിക്കുമ്പോൾ എനിക്കും സംശയം. ഇപ്പോൾ പോട്ടെ. 99, 50 പുള്ളിക്ക് കൊച്ചിന് കൊടുത്തു. അങ്ങോട്ടും ഇല്ല കർത്താവ്, ഇങ്ങോട്ടും ഇല്ല കർത്താവ്. എപ്പോഴെങ്കിലും കർത്താവ് കൊടുത്തോട്ടെ. 90 വർഷം നിങ്ങൾ എടുക്ക്, 99 വർഷം നിങ്ങൾ എടുക്ക്. 90 വർഷം ഈ മനുഷ്യൻ തമ്പുരാന്റെ ഭൂമി നിന്ന് ഒരു കൊച്ചിനെ കിട്ടാനെന്ന്. 100 വർഷം നിന്ന് പ്രാർത്ഥിച്ച് കണ്ണീരൊഴുക്കി കഴിഞ്ഞപ്പോൾ ഒരു കൊച്ചിനെ തമ്പുരാൻ കൊടുത്തു. താഴെ വെച്ച് അതിന് ഉറുമ്പരിക്കും, തലയിൽ വെച്ച പേനരിക്കലെന്ന് വെച്ചോണ്ട് അതിന് ചങ്കത്ത് വെച്ചിട്ട് ഈ മനുഷ്യൻ നോക്കിയേ. കാക്കയ്ക്കും പൂച്ചയ്ക്കും കൊടുക്കാണ്ട് സ്നേഹിച്ച് 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 വളർത്തി വലുതാക്കി ഒരു പരിവെത്തിച്ച് കഴിഞ്ഞപ്പോ ഒരിക്കൽ തമ്പുരാൻ പറയാം, നിന്റെ ആ കൊച്ചിന് എനിക്ക് വേണ്ടി ബലി അർപ്പിക്കണമെന്ന്. നിങ്ങളാണെങ്കിൽ കൊടുക്കോ? ചേച്ചി എഴുന്നേറ്റുന്നേ. സുന്ദരിയായി ചേച്ചി എഴുന്നേറ്റുന്നേ. ഇപ്പം എല്ലാവരും എഴുന്നേറ്റേക്കും. ചേച്ചി കൊടുക്കൂലേ? എന്നാ തള്ളയാടത്? കൊടുക്കൂല. കർത്താവ് ചോദിച്ചാൽ കൊടുക്കൂല. ഇരുന്നേ. അതിൻ്റെ പിന്നിലിരിക്കണ ചേച്ചി കൊച്ചു തലീച്ചയുടെ പോലെ ഇരിപ്പുണ്ടല്ല. എഴുന്നേറ്റുന്നേ. ആ കണ്ണട വെച്ച സാധനം എഴുന്നേറ്റേക്ക്. കൊടുക്കോ? കർത്താവ് ചോദിച്ചു കൊടുക്കുമെന്ന്. എന്നിട്ട് കുണുങ്ങണത് കുണുങ്ങണേ. ഉത്തരം പറ. എസ് ഓർ നോ. കർത്താവ് ചോദിച്ചാൽ കൊടുക്കും. തന്നെ തള്ളയെ കൊടുക്കാൻ നിൽക്കുകയാണ്. എനിക്ക് പുരുഷന്മാരെ നിങ്ങൾ കൊടുക്കോ? ആ ബെഞ്ചിൽ നീല ആദിരിക്കണ ചേട്ടൻ ഒന്ന് എഴുന്നേറ്റ്. നീല ഷർട്ട് ഇട്ടത്, കള്ളിയുള്ള ഷർട്ട് ഇട്ടത്. ഏതെങ്കിലും എഴുന്നേക്ക്. ചേട്ടൻ നല്ല സുന്ദരൻ കേട്ടോ, നല്ല താടി. ചേട്ടൻ കൊടുക്കോ? ചേട്ടൻ എത്ര മക്കളുണ്ട്? 2 പറഞ്ഞാൽ കേക്കോ? ഒന്ന് പോവേട്ടാ. എത്രയിലെത്തി? 2 പേരും പുറത്താ. പറഞ്ഞാൽ കേൾക്കും. ഇപ്പോഴും അവർ സമ്മതിക്കണം കേട്ടോ. പോട്ടെ. ദൈവം വിചാരിച്ചാൽ ദൈവം പറഞ്ഞാൽ കൊടുക്കോ? എന്നാ തന്തേടത്? കൊടുക്കോ? ഇപ്പുറത്തിരിക്കണ ഏട്ടൻ എഴുന്നേറ്റുന്നേ. സുമ്പകനായ ചേട്ടൻ എഴുന്നേറ്റുന്നേ. ക്ലീൻ ഷേവ്, സ്റ്റാൻഡ് അപ്പ്. തൊട്ടപ്പുറത്തിരിക്കണ അപ്പച്ചൻ നല്ല സുന്ദരനാട്ടോ. ഒരു അച്ഛൻ്റെ ലുക്കൊക്കെ ഉണ്ട്.
ഭാഗ്യം. ചേട്ടായി എത്ര മക്കളുണ്ട്? 2 പേരുണ്ട്. പറഞ്ഞാ കേക്കോ? ഒരാണും വേണ്ട. പറഞ്ഞാ കേക്കോ? ഒന്ന് പോട്ടെ. ഞാൻ ചോദിച്ച ചോദ്യത്തിനുള്ളൂ. ദൈവം ചോദിച്ചാ കൊടുക്കോ? 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 കൊടുക്കുന്നെങ്ങനെ പറഞ്ഞാ പറ. ചേട്ടാ ഇരിക്കത്ത് സ്നേഹത്തോടെ. താങ്ക് യു ചേട്ടായി. ഇരുന്നോ. നിങ്ങൾ ആരെങ്കിലും കൊടുക്കോ? ഇപ്പം ഞാനാണെങ്കിൽ കൊടുക്കത്തില്ല. ഉറപ്പിച്ചാൻ പറയാം, ഞാൻ കൊടുക്കത്തില്ല. എന്നെ വർത്തമാനം എനിക്കില്ല കേട്ടോ, ഞാൻ കൊടുക്കത്തില്ല. ഞാൻ എന്നെ വർത്തമാന കർത്താവ് പറയണേ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. 100 വർഷം കാത്തിരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരു കൊച്ചിനെ കിട്ടിയതാ. അതിനെ സ്നേഹിച്ച് കൊതിർന്നിട്ടില്ല, ചങ്കത്ത് വെച്ച് കൊതിർന്നിട്ടില്ല. ഇനി ആരും ഇല്ല സ്നേഹിക്കാൻ, ഒറ്റ മോനാ. എന്തു ചെയ്യും? അവിടെയാണ് ഈ അപ്രകാരം മനുഷ്യൻ നമ്മളൊക്കെ ഇങ്ങനെ ചിന്തിപ്പിക്കണേ. എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട് ഈ മനുഷ്യനോട്. അത്ഭുതം, സത്യം അത്ഭുതം തോന്നിയിട്ടുണ്ട് ഈ മനുഷ്യനോട്. എന്താ ഈ മനുഷ്യൻ ചെയ്യണമെന്നറിയോ? എന്താ ഈ അപ്രകാരം ചോദിച്ചോ, ദൈവമേ 1 മാസ കാലഘട്ടം എൻ്റെ മോനെ സ്നേഹിക്കാൻ എനിക്ക് ചോദിച്ചാ ഇല്ല. എൻ്റെ മോനെ ഒന്ന് സ്നേഹിച്ചോട്ടെ, ഞാൻ ഒന്ന് ചോദിച്ചോ. 1 ആഴ്ച ചോദിച്ചാ ഇല്ല. പിറ്റേ ദിവസം ഈ മനുഷ്യൻ സ്വന്തം മോനെ പിടിച്ചോണ്ട് പോവാ. എവിടേക്ക്? ആ മോറിയ മലയിലേക്ക്. ഈ മോറിയ മലയിലേക്ക് സ്വന്തം മകനെ പിടിച്ചോണ്ട് പോകാം. നിങ്ങൾ ചിന്തിക്കണം, സ്വന്തം സഹധർമ്മിണിയോടെ, സ്വന്തം ഭാര്യയോട് ഒരു വാക്ക് പോലും ഈ മനുഷ്യൻ പറഞ്ഞിട്ടില്ല. കാരണം എന്താണെന്നറിയോ? അവളോട് പറഞ്ഞ ചിലപ്പോൾ അവള് സമ്മതിക്കില്ല. ഇത്രയും നാള് സ്നേഹിച്ച് കൊതി തീരാത്ത സ്വന്തം മകനെ ദൈവം കൊല്ലണോന്ന് പറഞ്ഞപ്പോ ആ ദൈവത്തിന് വേണ്ടി സ്വന്തം മകനെ കൊല്ലാൻ ഇറങ്ങി തിരിച്ചവൻ അബ്രഹാം. അത്രയ്ക്ക് വിശ്വാസമായിരുന്നു ആ മനുഷ്യന് ദൈവത്തെ. ഈ പോകുന്ന വഴിയിലെ മോറിയമല കയറുന്ന സമയത്ത് ഈ മകൻ അപ്പനോട് ചോദിക്കുന്ന, ലോകത്തെ മുഴുവൻ ചങ്കുലയ്ക്കുന്നൊരു ചോദ്യമുണ്ട്. ചോദ്യം ഇങ്ങനെയാ: അപ്പാ വെറുകുണ്ട്, തീയുണ്ട്, ബലിക്കുള്ള കുഞ്ഞാട് എവിടെയാ? അപ്പന്റെ ചങ്ക് പെടയാ. നിങ്ങൾ ഓർക്കണം, അപ്പന്റെ ചങ്ക് പെടയാ. കണ്ണിൽ നിന്ന് മിറ്റിറ്റ് വീഴുന്ന കണ്ണുനീർത്തുള്ളി തുടച്ചിട്ട് അബ്രഹാം എന്ന മനുഷ്യൻ സ്വന്തം മകനോട് പറഞ്ഞൊരു ഡയലോഗുണ്ട്: പൊന്നുമോനെ, ദൈവം തരൂടാ, ദൈവം തരൂടാ, ദൈവം തരൂടാ. എനിക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റാത്തൊരു ഉത്തരത്. ദൈവം പറയാ സ്വന്തം മകനെ കൊല്ലണോന്ന്, ആ അപ്പം പറയാ ദൈവം തരൂന്ന്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. അവസാനം മോറിയാമലയുടെ തുമ്പ് കാണാറായി, അറ്റം കാണാറായി, ബലി തുടങ്ങാൻ സമയമായി. അപ്പോഴും മകന് സംശയം. അപ്പന്റെ കാര്യങ്ങൾ ഒന്നും കൂടി പിടിച്ചു വലിച്ചിട്ട് അപ്പന്റെ മുഖത്തേക്ക് നോക്കി, അബ്രഹാത്തിന്റെ മുഖത്തേക്ക് നോക്കി. ഇസഹാക്ക് എന്ന മകൻ ഒരിക്കൽ കൂടി ആ ചോദ്യം ആവർത്തിച്ചു: അപ്പാ ഇനിയെങ്കിലും പറയപ്പാ, സമയായപ്പാ, അപ്പനൊന്ന് പറയപ്പാ, ബലിക്കുള്ള കുഞ്ഞാടെവിടെയാ? അപ്പോഴും സ്വന്തം മകനെങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് സ്വർഗത്തിലേക്ക് നോക്കി ഇറ്റിറ്റ് വീഴുന്ന കണ്ണുനീർ തുള്ളി തുടച്ചിട്ട് അബ്രഹാം എന്ന മനുഷ്യൻ പറഞ്ഞു: പൊന്നുമോനെ, ദൈവം തരൂടാ, ദൈവം തരൂടാ, ദൈവം തരൂടാ. എനിക്കെന്താ നിങ്ങളോട് പറയാനുള്ളതറിയോ? ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രതീക്ഷകൾ ഇങ്ങനെ കെട്ടടങ്ങുമ്പോ, ആരുമില്ലാത്ത അവസ്ഥകളിൽ നീ ഒത്തിരിയേറെ സങ്കടപ്പെടുമ്പോ, സ്നേഹിച്ചവരും ചേർത്ത് പിടിച്ചവരും നിന്നെ പറ്റിക്കുമ്പോ, എല്ലാവരും നിർദാക്ഷിണ്യം നിന്നെ പരിഹസിക്കുമ്പോ, നീ സ്നേഹിക്കുമെന്ന് വിശ്വസിച്ച് കൂടെ നിർത്തിയവരൊക്കെ നിന്നെ മാറ്റി നിർത്തുമ്പോ, 100 പേര് നിന്റെ കുറ്റം പറയുമ്പോ, 1000 പേര് നിന്നെ നോക്കി ചിരിക്കുമ്പോ, നീ ഓർക്കണം, നിന്റെ കൂടെ ഒരു ദൈവമുണ്ട്. ആ ദൈവം നിനക്ക് തരും. അത് നീ വിശ്വസിക്ക്. അബ്രഹാം പറഞ്ഞ ഒറ്റ ഡയലോഗുള്ളൂ: പൊന്നുമോനെ, ദൈവം തരും, ദൈവം തരും, ദൈവം തരും, ദൈവം തരും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് തന്നെയാ. അബ്രഹാത്തിന്റെ വിശ്വാസം നിന്നെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാ: ദൈവം തരും മക്കളെ, ദൈവം തരും. നിന്റെ ജീവിതം ആടി ഉലയുന്നുണ്ടാകും. ഒത്തിരി സംഘർഷപൂരിതമായിരിക്കും, ഒത്തിരി വേദന നിറഞ്ഞായിരിക്കും, ഒത്തിരി സങ്കടങ്ങൾ നിറഞ്ഞായിരിക്കും. പക്ഷെ നീ ഓർക്കണം, ദൈവം തരും. വലുതരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ അവൻ പറഞ്ഞു വെച്ചേ: നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ എന്ന്. ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകും ജീവിതത്തില്. പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്ന് നമ്മൾ പാടാറുള്ളൊരു പാട്ടില്ലേ: ദുഃഖത്തിന്റെ പാനപാത്രം
ഒന്നുകൂടി പാടിയേ. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്ന സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ആരെഴുതിയതാ? ആരെഴുതിയ പാട്ടത്? എവിടെയത്? ഈ വെല്ലുമിച്ചാണത് പറയണേ. ആരാത്? ആ സാധു കൊച്ചു കുഞ്ഞെന്ന് പറഞ്ഞൊരു ഉപദേശി എഴുതിയൊരു പാട്ടത്. ഒരു ഉപദേശി. നിങ്ങൾ ഓർക്കണം, സുവിശേഷ വേലയ്ക്ക് പോണ മനുഷ്യരെയാണ് നമ്മൾ ഈ ഉപദേശിനെ വിളിക്കണേ. ആ മനുഷ്യൻ എഴുതിയൊരു പാട്ടാ. 100-110 വർഷങ്ങൾക്ക് മുമ്പ് കേരളക്കര മുഴുവൻ പാടി പറഞ്ഞ് പന്തലിച്ച എല്ലാവരുടെയും കർണപുടങ്ങളിൽ മുഴങ്ങിയിട്ടുള്ളൊരു പാട്ടത്. എല്ലാവർക്കും അറിയത്. എവിടെ പോയി പാടിയാലും മനുഷ്യർ പാടും. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്ന സന്തോഷത്തോടെ. അത് എഴുതിയത് ഒരു സാധു കൊച്ചു കുഞ്ഞെന്ന് പറഞ്ഞൊരു ഉപദേശി എഴുതിയ പാട്ടാ. എപ്പോഴേ പാട്ട് എഴുതണമെന്നറിയോ? ഇദ്ദേഹത്തിന് 3 മക്കളാ. രണ്ടാമത്തെ മകൻ്റെ പേര് സാമുവേൽ എന്നാ. ചങ്ങനാശ്ശേരി അടുത്ത് ചെങ്ങന്നൂരാണ് ഇദ്ദേഹത്തിൻ്റെ വീട്. ഇദ്ദേഹം ശ്രീലങ്കയിൽ സുവിശേഷ വേലയ്ക്കായിട്ട് പോയപ്പോൾ ഇദ്ദേഹം അറിയാ സ്വന്തം മകന് ഒരു അസുഖം ബാധിച്ചും മരിച്ചുപോയി. ഇദ്ദേഹം ആ സുവിശേഷ വേല നിർത്തിവെച്ചിട്ട് സ്വന്തം മകൻ്റെ ജീവച്ഛവമായ ശരീരം കാണാനായിട്ട് വരുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ചങ്ങനാശ്ശേരി അടുത്തുള്ള ചെങ്ങന്നൂരുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടില് നാട്ടുകാരും വീട്ടുകാരും ഒക്കെ നിറഞ്ഞു നിൽക്കുക. എല്ലാവരും കരയുക, എല്ലാവരും ചങ്കത്തടിച്ച് നിലവിളിക്കുക, എല്ലാവരും അവനെ നോക്കി ചിരിക്കുക. എല്ലാവരും അവനോട് ചോദിക്കേണ്ടത്, എവിടെയാ ദൈവം? എന്തിനാ ദൈവം? നിന്റെ മോനെ പോലും രക്ഷിക്കാൻ നിനക്ക് പറ്റിയില്ലെങ്കിൽ എന്തിനാടാ ഈ പണി ചെയ്യണേ? നീ എന്തിനാ ഇങ്ങനെ നടക്കണേ? നിന്റെ ദൈവം എവിടെയാ? എത്ര പ്രാർത്ഥിച്ചിട്ട് നിന്റെ മോൻ പോയില്ലടാ. ഇതൊക്കെ കേട്ടിട്ട് എല്ലാവരും ചങ്ക് പൊട്ടി കരണ ഒരു പന്തിയില്, എല്ലാവരും നിലവിളിക്കണ ഒരു പന്തിയില് സ്വന്തം മകൻ്റെ ജീവച്ഛവമായ ശരീരം ഇങ്ങനെ കയ്യിലെടുത്ത് പിടിച്ചിട്ട് ഇനി ഒരിക്കലും തുറക്കാത്ത അവൻ്റെ കണ്ണിലേക്ക് നോക്കിയിട്ട്, ഇനി ഒരിക്കലും അപ്പ എന്ന് വിളിക്കാത്തവൻ്റെ അധരത്തിലേക്ക് നോക്കിയിട്ട് സ്വന്തം മകനെ ഇങ്ങനെ വാരി പുണർന്നിട്ട് സാധു കൊച്ചു കുഞ്ഞെന്ന് പറയുന്ന മനുഷ്യൻ സ്വന്തം മകൻ മരിച്ചു കിടക്കുമ്പോൾ അവൻ്റെ മുഖത്ത് നോക്കി പാടിയ പാട്ടാണിത്. എന്താ? ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്ന സന്തോഷത്തോടെ ഞാനതങ്ങോട്ട് വാങ്ങിച്ചിട്ട് എൻ്റെ തമ്പുരാന് ഹല്ലേലൂയ പാടും ഞാനെന്ന്. സ്വന്തം മകൻ മരിച്ചു കിടക്കുമ്പോഴും ദൈവത്തിന് ഹല്ലേലൂയ പറയുന്നു. നിങ്ങൾ പറയോ? ക്യാൻസർ വന്ന് പറയോ ദൈവമേ നന്ദി? പറയോ? പൊളിക്കും. കടബാധ്യത വന്ന പറയോ ദൈവമേ ഒത്തിരി നന്ദി? നമ്മൾ പറയില്ല. നമ്മുടെയൊക്കെ വിശ്വാസം അത്രയേ ഉള്ളൂ. പക്ഷെ ആ മനുഷ്യൻ പാടിയതാ സ്വന്തം മകൻ മരിച്ചു കിടക്കുമ്പോൾ ദൈവത്തിന്റെ ഹല്ലേലൂയ പറഞ്ഞ മനുഷ്യനാ. അതുകൊണ്ടാണ് ഇന്നും ആ മനുഷ്യന്റെ പേരും ഈ പാട്ടും ഓർക്കപ്പെടുന്നേ. അബ്രാഹത്തിന്റെ ജീവിതം ചിന്തിച്ചു നോക്ക്. എല്ലാം തമ്പുരാൻ പറഞ്ഞു, മോനെ നിന്റെ മോൻ ഇങ്ങെടുത്താടാ. കൊടുത്തില്ലേ? ഒരു പരിഭവം ഇല്ലാതെ, ഒരു വേദനയില്ലാതെ, ഒരു നീരസം ഇല്ലാതെ ദൈവത്തിന് വേണ്ടി വെച്ച് നീട്ടി സ്വന്തം മകനെ. അതുകൊണ്ടാണ് ഇന്നും നമ്മുടെ മനസ്സിൽ അബ്രഹാം എന്ന മനുഷ്യൻ ജീവിക്കണേ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളതറിയോ? ദൈവം തരുമെന്ന് നീ വിശ്വസിക്കണം. ജീവിതത്തിൽ എത്ര വലിയ പ്രശ്നമാണെങ്കിലും നീ ചിന്തിക്കണം, എൻ്റെ കൂടെ ഒരു ദൈവമുള്ളപ്പോൾ ആ ദൈവം എനിക്ക് വേണ്ടത് തരും. വലുതരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതത്തിൽ ചിന്തിച്ചോളാം, എൻ്റെ കൂടെ ഒരു ദൈവമുണ്ട്. അവൻ്റെ ഒപ്പം നിൽക്കാൻ ആരുമില്ല ഈ ലോകത്ത്. നിങ്ങളുടെ മക്കളുണ്ടാവില്ല, ജീവിത പങ്കാളി ഉണ്ടാവില്ല. ഞാനൊരു ആത്മാർത്ഥമായിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ? പുരുഷന്മാരുടെ ചോദ്യം. അടുത്തൊരു ജീവിതം ഉണ്ടെങ്കിൽ, പുരുഷന്മാരോട് മാത്രമാണ്, നിങ്ങൾ മിണ്ടരുത് കേട്ടോ, നിങ്ങൾ മിണ്ടരുത്. അടുത്തൊരു ജീവിതം ഉണ്ടെങ്കിൽ ഈ ജീവിത പങ്കാളി തന്നെ മതി എന്നുള്ള എത്ര പേരുണ്ട്? ഒരു ചേട്ടൻ കൈ വെക്കണ്ട. ബാക്കിയൊരു ചേട്ടൻ, എൻ്റെ പൊന്നച്ച ഇതെന്നെ തീർക്കാൻ ബുദ്ധിമുട്ടാ, ഞാൻ അടുത്തൊരു ജീവിതത്തിൽ ഇതിനെ തന്നെ കണ്ടിന്യൂ ചെയ്യാനോ. ഒരു സ്ത്രീകളോടാണ് ചോദ്യം. അടുത്തൊരു ജീവിതം ഉണ്ടെങ്കിൽ ഒള്ളി ഗസ്, അടുത്തൊരു ജീവിതം ഉണ്ടെങ്കിൽ ഈ അനങ്ങരുത് കേട്ടോ. അതിനേക്കാളും കൊണ്ടുള്ള കണ്ണിങ്ങോട്ട് വരും. കുടുംബ പ്രശ്നം ഉണ്ടാക്കാൻ ഞാനില്ല. പ്രസംഗിച്ച് ഞാൻ പോവും. നിങ്ങളായി നിങ്ങളുടെ പാടായി. ഷാളൊക്കെ ഇട്ട് നന്നായിട്ട് പുതച്ചോ, എന്നിട്ട് ഉത്തരം പറഞ്ഞാൽ മതി. അടുത്തൊരു ജീവിതം ഉണ്ടെങ്കിൽ ഇതിനെ തന്നെ മതി എന്നുള്ള എത്ര പേരുണ്ട്? നോ, കൈവക്കരുത്.
എല്ലാ പുരുഷന്മാരും നോക്കിക്കൊണ്ട് ഒരു വല്യപ്പച്ചൻ എത്തി വലിഞ്ഞ് നോക്കാം, പൊക്കണ്ടില്ലേടിയായി, എന്നെ പോരാ നിനക്ക്, മതിയാ. നമുക്കൊന്നും പറ്റണില്ല കേട്ടോ. ചില വേദനകളെ, ചില സങ്കടങ്ങളൊക്കെ നമുക്ക് ഏറ്റെടുക്കാൻ പറ്റണില്ല. ചിലരെ ഒന്നും സ്നേഹിക്കാൻ പറ്റണില്ല. കർത്താവ് എന്താ പറഞ്ഞറിയോ? നിന്റെ കൂടെ ദൈവം തന്ന ആ വ്യക്തിക്ക് വേണ്ടി നീ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കി, നിന്റെ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാവും. അയാൾക്ക് വേണ്ടി നീ ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക്. നിന്റെ കുടുംബരക്ഷയോടൊന്നേ, നിന്റെ മക്കൾക്ക് വേണ്ടി, നിന്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറയും. നീ ദൈവത്തിൻ്റെ മുമ്പിൽ അബ്രഹാം സ്വന്തം മകനെ കൊടുത്തതുപോലെ ആ വ്യക്തിനെ അങ്ങോട്ട് കൊടുക്ക്. ദൈവം തരും അതിനേക്കാൾ ഇരട്ടി അനുഗ്രഹത്തോടു കൂടെ ആ മനുഷ്യനെ അനുഗ്രഹിച്ച് വലതരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതത്തിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം അതാ. നിങ്ങൾക്ക് ആരോടെങ്കിലും ഒരു വെറുപ്പുണ്ട്, വിദ്വേഷമുണ്ട്, പകയുണ്ട്, വിഷമമുണ്ട്, അയാൾ നിന്നെ വേദനിപ്പിക്കുക, നിങ്ങൾ അയാൾക്ക് വേണ്ടി മനസ്സുരുക്കി പ്രാർത്ഥിച്ചു നോക്കിയേ, അയാൾ രക്ഷപ്പെടും. അതുകൊണ്ട് എനിക്ക് നമ്മൾ പറയാളെ, അബ്രാഹത്തിന്റെ വിശ്വാസം നിങ്ങളെ പഠിപ്പിക്കുന്ന, അബ്രാഹത്തിന്റെ ദൈവം നിങ്ങളെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വിശ്വസിച്ചാൽ, സ്നേഹിച്ചാൽ കൂടെ നിൽക്കുന്ന ദൈവമാണ് അബ്രാഹത്തിന്റെ ദൈവം. പഠിച്ചു വെച്ചോട്ടാ, നാളെ വരുമ്പോൾ ചോദ്യം ഉറപ്പാ. രണ്ടാമത്തത് എന്തുട്ടാ? ഇസഹാക്കിന്റെ ദൈവം. എന്തുട്ടാ ഇസഹാക്കിന്റെ ദൈവം? ആരായിരുന്നു ഇസഹാക്ക്? ഓ, വലിയ വലിയ കാര്യമായി പോയി. അബ്രാഹത്തിന്റെ മകനാണ് ഇസഹാക്ക്, അത് സമ്മതിച്ചു. എന്താണ് ഇസഹാക്കിന്റെ ദൈവം എന്ന് ദൈവത്തെ വിളിച്ചേ? എന്തിനാണ് ഇസഹാക്കിന്റെ ദൈവം എന്ന് ദൈവത്തെ വിളിച്ചേ? എന്നിട്ട് ഇസഹാക്കിനെ ദൈവത്തിന് കൊടുത്തതുകൊണ്ടാണ് ഇസഹാക്കിന്റെ ദൈവം എന്ന് വിളിച്ചേ. അബ്രാഹാം കൊടുത്തോണ്ട് ഇസഹാക്കിന്റെ ദൈവം എന്ന് വിളിച്ചു. ചേച്ചി സ്വർഗത്തിൽ പോകണ്ടെന്നല്ല പറഞ്ഞേ? മിക്കവാറും ഇങ്ങനെയാണെങ്കിൽ പോവും. എന്താണ് ഇസഹാക്കിന്റെ ദൈവം? എന്താണ് ഇസഹാക്കിന്റെ ദൈവം? അച്ഛൻ്റെ കൂടെ പഠിച്ചോ. കൃത്യസമയത്ത്, ഉച്ചത്തിൽ പറ, കൃത്യസമയത്ത് എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്ന ദൈവമാണ് ഇസഹാക്കിൻ ദൈവം. ഒന്നുകൂടി പറയും, കൃത്യസമയത്ത് എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്ന ദൈവമാണ് ഇസഹാക്കിൻ ദൈവം. ഒന്നുകൂടി പറഞ്ഞു, കൃത്യസമയത്ത് എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്ന ദൈവമാണ് ഇസഹാക്കിൻ ദൈവം. ആ കൊച്ചൊന്ന് എഴുന്നേറ്റുന്നേ. ആ ചുമന്ന ഷാളിൻ്റെ പിന്നിരിക്കണ കൊച്ച്, യു സ്റ്റാൻഡപ്പ്. യു തന്നെ, ആ തന്നെ, മോൾ എഴുന്നേറ്റോ. ചുമന്ന ഷാളിൻ്റെ പിന്നിലിരിക്കുന്ന ഈ കൊച്ചാ. ആ, മോൾ എഴുന്നേറ്റോ, സ്റ്റാൻഡപ്പ്. യു തന്നെ. വാട്ട്സ് യുവർ നെയിം? ജിസ്ന, സിജിനയോ? ഓ എൻ്റെ കർത്താവ്. ആ സിജിന, നിന്നെ ഈ പ്രാർത്ഥിക്കുന്ന കാര്യം തമ്പുരാൻ നിനക്ക് നടത്തി തരും കേട്ടോ. അത് അച്ഛൻ്റെ വാക്കാ. ഞാൻ നിന്റെ മുഖത്തൊക്കെ പറഞ്ഞേ. ഓക്കെ, നീ പറ, എന്താണ് ഇസഹാക്കിൻ്റെ ദൈവം? ഉച്ചത്തിൽ പറഞ്ഞോ. സിജന, സിജന എന്താ ചെയ്യുന്നേ? വർക്ക് ചെയ്യുന്നു. ഓക്കെ, എൻ്റെ മോള് പറഞ്ഞോ. കൃത്യസമയത്ത് എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്ന ദൈവമാണ് ഇസഹാക്കിൻ ദൈവം. ഒന്നുകൂടി പറഞ്ഞേ. കൃത്യസമയത്ത് നിൻ്റെ ജീവിതത്തിൽ ഇടപെട്ടോളും കേട്ടോ. നീ ഒരു കാര്യത്തെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഐ നോ ദാറ്റ്. എന്താ കാര്യം എന്ന് പറയണോ? പറയണോ? വേണ്ട, പോട്ടെ. പറഞ്ഞോ. കൃത്യസമയത്ത് എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്ന ദൈവമാണ് ഇസഹാക്കിൻ ദൈവം. കേട്ടോ സിജന? ഇരുന്നോ. താങ്ക് യു. ജീവിതത്തിൽ എപ്പോഴും ഓർത്തോളം, കൃത്യസമയത്ത് ദൈവം ഇടപെടാൻ വരും. അത് നിങ്ങളുടെ സമയമാണോ? നിങ്ങളുടെ സമയമാണോ? അല്ല. നിന്റെ കൊച്ചിൻ്റെ കല്യാണം നടക്കണമെന്ന് തമ്പുരാൻ വിചാരിച്ചെന്ന സമയത്ത് നടക്കൂ. അല്ലാണ്ട് നീ വിചാരിക്കുന്ന സമയത്ത് നടക്കില്ല. നീ OET പരീക്ഷ 4 പ്രാവശ്യം എഴുതണമെന്ന് തമ്പുരാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ 4 പ്രാവശ്യം എഴുതിയിട്ടേ നീ പാസ്സാവൂന്ന്. ഒരെണ്ണം ചെല്ലുമ്പോഴേക്കും തുടങ്ങും, കിട്ടണേ 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 തരൂന്നേ.
നീ ദൈവത്തിന്റെ മുമ്പിൽ നിൽക്ക്. ചില കാര്യങ്ങൾ തമ്പുരാൻ എത്ര പ്രാർത്ഥിച്ചാലും തരില്ല. അത് ഞാൻ നാളെ പറഞ്ഞോളാം അതിനെക്കുറിച്ച്. അതിലടുത്തേക്ക് വരാ. ഞാൻ കൃത്യമായിട്ട് പറയാം, ചില കാര്യങ്ങൾ തമ്പുരാൻ തീരുമാനിച്ച സമയത്ത് നടക്കുള്ളൂ. നിനക്കൊരു ജോലി വേണമെന്ന് തമ്പുരാൻ തീരുമാനിക്കണം. അതെന്നറിയോ, ഇപ്പോഴത്തെ യുവാക്കൾ സത്യം പറഞ്ഞാൽ സത്യം. കഴിഞ്ഞ ദിവസം ഒരു ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഒരു പെൺകുട്ടി വിളിച്ചിട്ട് പറയാം, മരിയ എന്ന് പറഞ്ഞ പെൺകുച്ചി, അച്ഛാ അച്ഛനൊന്ന് പ്രസംഗിക്കാൻ പോകുമ്പോൾ എല്ലാ പള്ളിയിലൊന്ന് പറയണച്ചാ, ഞങ്ങൾ യുവാക്കന്മാർക്ക് പള്ളി പോകണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ ഈ നാട്ടുകാരെ പേടിച്ചിട്ടുണ്ട്, പള്ളി വന്ന ഓരോ സ്ത്രീകളെയും പേടിച്ചിട്ട് വരാത്ത. ചോദിച്ചു എന്തിയടി? ചെല്ലുമ്പോൾ തൊട്ട് ചോദിക്കും, പഠിച്ചിറങ്ങിയ ആയില്ലേ ആയില്ലേ ആയില്ലേ, എന്തുട്ടാ ജോലി ആയില്ലേന്ന്. ഈ കുരിശും വരച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയ വേണമെങ്കിൽ ആ മുന്താണി പൊതിരിച്ചിട്ട് ചോദിക്കും, ഒന്നായില്ലേ ഒന്നായില്ലേ. ഇത് തന്നെയാണ് ചോദ്യം. പിന്നെ പിള്ളേരെങ്ങനെ വന്നെ? അച്ഛൻ ഞങ്ങളെന്നെ ഓടി കിടക്കണച്ചാ, ഞങ്ങൾക്കൊരു ജോലി കിട്ടാൻ ഞങ്ങൾ കഷ്ടപ്പെടാ, അതിൻ്റെ ഇടയിൽ കൂടെ വന്ന് ഓരോന്ന് ചോദിച്ചോണ്ടിരിക്കും. ഇവിടെ അങ്ങനെ ചോദിക്കില്ലെന്ന് എനിക്കറിയാം, അല്ലേ? ആ കേട്ടോ, ഈ മാളയിൽ അങ്ങനെ ഒരു ചോദ്യം ഇല്ല. എന്നിട്ടോ ഒന്നായില്ലേ? അതുങ്ങൾ കഷ്ടപ്പെടാം ഒരു ഇന്റർവ്യൂവിന് പോയി എവിടെന്നെങ്കിലും ഒരു ജോലി കിട്ടാൻ. അതുങ്ങൾ ഓടി നടക്കുന്ന ഇടയിൽ ഒരു ജോലി കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ നിങ്ങളെ മാനസികമായിട്ട് എല്ലാ ദിവസവും പള്ളി വന്നാൽ ചോദിക്കും, ആകെ പ്രാർത്ഥിക്കാൻ ഒരു ആശ്വാസത്തിന് വേണ്ടിയ പള്ളി വന്നെ. അപ്പോഴും ചോദിക്കും, അതിൻ്റെ അപ്പനമ്മയ്ക്കില്ലാത്ത തണ്ണോണം എല്ലാവർക്കും. ഒന്നായില്ലടി നിന്റെ കൊച്ചിന്, ഒന്നായില്ലടി നിന്റെ കൊച്ചിന്. തുടങ്ങി. ഇനി അറിയാണ്ട് എങ്ങനെ ഒരു ജോലി കിട്ടിയാലാ അപ്പൊ തുടങ്ങും അടുത്തത്. ഒന്നും ആയില്ലേ, എന്തുട്ടാ കല്യാണം, കൊച്ചു ജോലിയൊക്കെ ആയില്ല, ഒന്നും ആയില്ലേ, എന്തുട്ടൊന്നും ആയില്ലെന്ന്. ഇനി കൊച്ചങ്ങാനും കല്യാണം കഴിച്ചാലാ അപ്പോഴും ചോദിക്കും, ഒന്നും ആയില്ലേ, എന്തുട്ടാ കൊച്ച്. ഇനി ഒന്നും ഉള്ളെങ്കിലാ കുറച്ച് കഴിയുമ്പോൾ പിന്നെയും ചോദിക്കും, ഒന്നും ആയില്ലേ, ഒന്നുള്ളൂ. നിങ്ങൾക്ക് നാണമുണ്ടോ? നിങ്ങളെക്കുറിച്ചല്ലട്ടാ. ഇടവൈ ഒരു കൊച്ചിനെ അറിയാതെ പ്രായമാകും അതിന് ജോലി വാങ്ങിക്കണമെന്നും കല്യാണം കഴിക്കണമെന്നും കൊച്ചങ്ങൾ ഉണ്ടാക്കണമെന്നും 1, 2, 3, 4 വേണമെന്ന് അവർ തീരുമാനിച്ചോളും. നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത ചോദ്യം ഒന്നും ചോദിക്കാൻ ചെല്ലല്ലേ. എത്ര മാതാപിതാക്കളെന്നറിയാം അതിന് സങ്കടപ്പെട്ട് ജീവിക്കണേ. ഒരു പ്രായമാകും അതിന് അപ്പനമ്മയ്ക്ക് അറിയാം അതിനെ കല്യാണം കഴിപ്പിച്ച് വരണമെന്ന്. നിങ്ങൾ ചോദിച്ച് ചെല്ലണ്ട. അങ്ങോട്ട് ചെന്നേക്ക കുറേ ഞങ്ങൾ. ചിലവരോട് ചില ചോദ്യങ്ങൾ ചോദിക്കരുത്. കല്യാണം കഴിക്കാൻ മുടങ്ങുന്ന ചില സ്ത്രീകളോട്, പെൺകുട്ടികളോട്, ആൺകുട്ടികളോട് ചോദിക്കരുത്, കല്യാണം ഒന്നും ആയില്ലേ, തടി വെച്ചിരിക്കണങ്ങളോട് ചോദിക്കരുത്, എന്ത് തടിയാടാ നിനക്ക്. ചിലപ്പോൾ നിങ്ങൾ ഒന്നും കഴിക്കണ്ടാവില്ല, ഗ്യാസ് മാത്രമായിരിക്കും. പാവങ്ങളൊന്നും കഴിക്കാതെ ആയിരിക്കും ജീവിക്കണേ. എന്നാലും ചോദിക്കും. മക്കളില്ലാത്ത ദമ്പതിമാരോട് ഒരിക്കലും ചോദിക്കരുത്, ഒന്നായില്ലേ. അതുങ്ങൾ എന്തോരം വഴിപാട് നേരുന്നുണ്ടാവുന്നറിയോ, എന്തോരം പ്രാർത്ഥിക്കണ്ടാവുന്നറിയോ. ഒരു ജോലി കിട്ടാത്തവരോട് ചോദിക്കരുത്, ജോലി ആയില്ലേ. എടപോയി അവർ നോക്കിക്കോളും. നാളെ തൊട്ട് അങ്ങനെ ഒരു ചോദ്യം ഇവിടെ ഉണ്ടാവാ. ഏതപ്പാ കോതമംഗലം, എന്തെങ്കിലും ആവട്ടെ, ചോദിക്കരുത് പ്ലീസ്. എത്ര പിള്ളേരാന്നറിയോ വിഷമം കൊണ്ട് ജീവിക്കണേ. കൃത്യസമയത്ത് തമ്പുരാൻ തന്നോളും, കൃത്യസമയത്ത്. പക്ഷെ നീ ചിന്തിക്കണ ചില കാര്യങ്ങൾ തമ്പുരാൻ തരില്ല എന്ന് പറഞ്ഞാൽ തരില്ല, അത് ഉറപ്പിച്ചോ. ജീവിതത്തിൽ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യമാണ്, ചില കാര്യങ്ങൾ തമ്പുരാൻ തരില്ല. നീ എത്ര കരഞ്ഞാലും തരില്ല. കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് UK എന്നൊരു പെങ്കൊച്ചു വന്നേക്കാ. വീട്ടുകാരെല്ലാവരും ഇഷ്ടപ്പെട്ടു, കല്യാണമൊക്കെ റെഡിയായി, ഇവൾക്കും ഇഷ്ടമായി, അത്യാവശ്യം അറേഞ്ച്ഡ് മാരേജാ, എല്ലാം ഇഷ്ടമായി. എല്ലാം വന്നു കഴിഞ്ഞപ്പോൾ അവസാനം ഇവൻ്റെ ഒരു സ്വഭാവം കണ്ടുപിടിച്ചു, ഇവളുടെ ഒരു തെറ്റും കണ്ടുപിടിച്ചു. ഇവള് പറഞ്ഞു, അത് പോട്ടേച്ചാ, കുഴപ്പമില്ല, ഇത് നടത്താലാ, ഞങ്ങൾക്ക് ഇഷ്ടമായി. അവൻ പറഞ്ഞത് പറ്റത്തില്ല, ഇവൾക്ക് പഴയൊരു ബന്ധമുണ്ട്, അതുകൊണ്ട് ഇവള് ഇതാണെന്ന് എനിക്ക് വിശ്വാസമില്ല, അതുകൊണ്ട് ഈ കല്യാണം ഞാൻ നടത്തില്ല. ഞാൻ ചോദിച്ചു, ഇത്രയും അറേഞ്ച്മെന്റ് ചെയ്തിട്ട് അവൻ എന്നിട്ട് ഇത് പറ്റാത്ത? ഇപ്പോഴും പഴയ ബന്ധമില്ല, ഒരു ബന്ധമില്ല. അവരമ്മ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിലുണ്ടായ ഒരു ഇഷ്ടമാണ്. അവൻ പറയാ, അതുള്ളത് കൊണ്ട് എനിക്ക് ആ കല്യാണം വേണ്ട. അന്ന് ആ കൊച്ചിന്ന് രാവിലെ വന്നെൻ്റെ അടുത്ത് എനിക്കറിയാം, എനിക്ക് പറ്റണില്ല അച്ഛൻ മറക്കാൻ ചില കാര്യങ്ങൾ തമ്പുരാൻ. എന്നിട്ട് നിങ്ങൾ ചിന്തിക്കണം, അതിനെ നുണപരീക്ഷയ്ക്ക് ഹാജരാക്കിയേക്കാ. ഇവള് പറഞ്ഞതൊക്കെ നുണയാ, അവനായിട്ട് പലവിധ ബന്ധങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ്. ഞാൻ പറഞ്ഞു, ഞാനൊക്കെ നിന്റെ ആങ്ങളെങ്കിൽ ഒറ്റ പ്രാവശ്യം അവൻ അങ്ങനെ പറയുള്ളൂ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, എന്തൊട്ടൊക്കെ ഈ ലോകത്ത് നടക്കണേന്നറിയോ. ചില കാര്യങ്ങൾ തമ്പുരാൻ എത്ര പ്രാർത്ഥിച്ചാലും തരില്ല.
ഞാൻ സിമ്പിൾ ഉദാഹരണം പറയാം. ഇപ്പോൾ ഡാലിയച്ചിയുടെ ചേച്ചി ഇപ്പുറത്തിരിക്കുന്ന സഹോദരി എഴുന്നേറ്റുന്നേ, സ്റ്റാൻഡപ്പ്. സുന്ദരിയാ കേട്ടോ, ഞാൻ വെറുതെ പറഞ്ഞതാ. ഓക്കെ, വീട്ടിൽ ഒരു നല്ല കത്തി വാങ്ങിച്ചു. ഇത്ര പോകുന്നൊരു കൊച്ചുണ്ട് വീട്ടിൽ. വീട്ടിൽ നേരത്തെ തൊട്ടാണ് നന്നാക്കിക്കൊണ്ടിരുന്നേ വെണ്ടയ്ക്ക, ഇപ്പോൾ വഴുതനങ്ങ നന്നാക്കിക്കൊണ്ടിരിക്കുക. ഈ നന്നാക്കുന്നതിനിടയിൽ കൊച്ചു വന്നിട്ട് പറയാ, അമ്മ ആ കത്തിതാ. കുഞ്ഞു കൊച്ചു വന്നിട്ട് നല്ല സൂപ്പർ കത്തി, നല്ല ഭംഗിയുള്ള കത്തി. ഈ കത്തി പിടിച്ചുകൊണ്ട് അമ്മയോട് പറയാ, അമ്മേ ആ കത്തിതാ, കൊടുക്കോ? കൊടുക്കൂലേ? അതിനാ കൊച്ചു കരയാ, കൊടുക്കോ? കൊച്ചു വാശി പിടിക്കുക, കൊടുക്കോ? അമ്മയോട് പറയാ, അമ്മ ചീത്തയാ എന്ന് പറഞ്ഞാൽ കൊടുക്കോ? അമ്മയോട് മിണ്ടില്ല എന്ന് പറയാ, കൊടുക്കോ? അമ്മ എനിക്ക് ഭക്ഷണം തരണ്ട എന്ന് പറയാ, കൊടുക്കോ? അമ്മയോട് ഭക്ഷണം കഴിക്കാതെ കുറേ നാൾ വാശി പിടിച്ച് കിടക്ക, കൊടുക്കോ? എന്താ കൊടുക്കാത്ത? കൈ മുറിയൂന്ന് അമ്മയ്ക്കറിയാം, കൊച്ചിനറിയോ? ചില കാര്യങ്ങൾ തമ്പുരാനറിയാം, അത് തന്നാൽ ശരിയാവില്ലെന്ന്. നിങ്ങളുടെ ജീവിതത്തിൽ ചിന്തിച്ചു. ഞാനിങ്ങനെ ഈ പറവൂർ കോട്ടയ്ക്കാവ് പള്ളിയിൽ കൊച്ചനായിരുന്ന ഒരു വർഷമുണ്ട് എനിക്ക്. ഞാൻ ഈ ധ്യാനത്തിൻ്റെ മേഖലയിൽ കോവിഡൊക്കെ വന്നൊരു സാഹചര്യത്തിലാണ് അവിടെ വന്നിരിക്കണേ. പറവൂർ കോട്ടയ്ക്കാവ് നിങ്ങൾക്കറിയോ? പറവൂർ കോട്ടയ്ക്കാവ് ആ ഒരു പള്ളിയിൽ കൊച്ചനായിരുന്നു, അത്ര അറിഞ്ഞാൽ മതി. അങ്ങനെ ഇരുന്ന സമയത്ത് ഒരിക്കലും ഒരു പെൺകൊച്ചൻ്റെ അടുത്ത് കാണാൻ വന്നു. അല്ല, അതിനു മുമ്പാട്ടോ എൻ്റെ രംഗം. ഞാൻ ധ്യാനിപ്പിക്കാൻ പോണ ധ്യാനം കേട്ടിട്ട് നമുക്കിങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ച് നടക്കുന്നതുകൊണ്ട് നമ്മളിങ്ങനെ തലയെ തൊട്ട കുറച്ച് കാര്യങ്ങളൊക്കെ തമ്പുരാൻ പറഞ്ഞു തരും. അതെൻ്റെ ഗിഫ്റ്റൊന്നുമല്ല കേട്ടോ, എൻ്റെ ഗിഫ്റ്റൊന്നുമല്ല, അത് തമ്പുരാൻ ഇങ്ങനെ കാണിച്ചു തരും. നമുക്കൊരു വ്യക്തിനെ കാണുമ്പോൾ അതുപോലെ പറഞ്ഞാൽ സംഭവിക്കും. അത് ഞാൻ എപ്പോഴും പറയും, ദൈവം കൂടെയുള്ള മനുഷ്യൻ പറഞ്ഞാൽ അതുപോലെ സംഭവിക്കും. ഞാൻ എന്ത് കാര്യം പറഞ്ഞാൽ അത് സംഭവിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയണേ. ഞാൻ ഒരു സിമ്പിൾ ഉദാഹരണം കാണിച്ചുതരാം. എൻ്റെ പള്ളിയിൽ ഇതിനു മുമ്പ് നടന്നൊരു ഉദാഹരണം. ഞാൻ ഈ മരിയാപുരത്ത് ധ്യാനിപ്പിക്കാൻ പോയി, നേരത്തെ നിങ്ങളോട് പറഞ്ഞല്ലോ. ഈ മരിയാപുരത്ത് ധ്യാനിപ്പിക്കാൻ പോകുന്നതിന് മുമ്പ് എൻ്റെ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്ന സമയത്ത്, അന്തോണിസുണ്ണാൻ്റെ പള്ളി എൻ്റെ പള്ളി, ഞാൻ പ്രാർത്ഥിക്കണ നേരത്ത് എൻ്റെ മനസ്സ് പറയാ, ഈ പള്ളിയിൽ കള്ളം കയറും. ഞാൻ ചിന്തിച്ചു, ദൈവം ഇത്രയും ദാരിദ്ര്യം പിടിച്ച് ഈ പള്ളിയിൽ ആര് കയറാനാ? വൈക്കത്തെ പഞ്ചായത്തിൽ ഇതുവരെ അങ്ങനൊരു, ഞങ്ങളുടെ ആ സ്ഥലത്ത് ഇതുവരെ ഒരു കള്ളം കയറിയതായിട്ടൊരു റിപ്പോർട്ട് പോലും ഇല്ല. പക്ഷെ മനസ്സ് പറയാ, കള്ളം കയറും. ഞാൻ പള്ളിയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മനസ്സ് പറയാ, അതേ കള്ളം പള്ളിയിൽ കള്ളം വരും, കള്ളം കയറും, നീ സൂക്ഷിക്കണം. മനസ്സ് പറയുന്നുണ്ട് കള്ളം വരും. ഞാൻ വിചാരിച്ചു, ദൈവമേ അതൊന്നും ഉണ്ടാവില്ല. എങ്കിലും മനസ്സ് പറയാ കള്ളം ഞാൻ 2 കൈക്കാരന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, ദേ ലേവിച്ചൻ ചേട്ടാ, കുഞ്ഞുമോൻ ചേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താച്ചാ, ഈ പള്ളിയിൽ കള്ളം വരും. ഇവർ ചിരിയോട് ചിരി. ഞാൻ പറഞ്ഞു, അവരെന്നോട് പറഞ്ഞു, എൻ്റെ പൊന്നച്ച, ഈ ദാരിദ്ര്യം പിടിച്ച പള്ളിയിൽ ആര് കയറാനാ? അച്ഛനെ തന്നെ വെളിവില്ലാണ്ടായി തുടങ്ങി. ഞാൻ പറഞ്ഞു, അതല്ല, കള്ളം വരും. ഞാൻ ഇത്രയും പറഞ്ഞിട്ട് പിറ്റേ ദിവസം ഞായറാഴ്ച ഇത് പറയണേ, പിറ്റേ ദിവസം ഞാൻ മരിയാപുരത്തേക്ക് ധ്യാനിപ്പിക്കാൻ ചെയ്തു. ധ്യാനിപ്പിക്കാൻ പോയിട്ട് 3-ാമത്തെ ദിവസം എൻ്റെ കൈക്കാരൻ അതിരാവിലെ ഒരു കോള് വിളിച്ചേക്കാം. കോളല്ല കേട്ടോ, ഒരു വോയിസ്. ഞാൻ ധ്യാനത്തിലല്ലേ, അതുകൊണ്ട് എനിക്ക് വോയിസ് റെക്കോർഡ് അയച്ചേക്കാം. കേൾപ്പിക്കണോ? ഒരു ശുഷ്കാന്തി ഇല്ലാണ്ടിരിപ്പുണ്ടല്ലോ. ഇതെവിടെ പോയി കിടക്കണം കർത്താവ്? കിട്ടി. കൈക്കാരൻ വിളിക്കുന്നതാണ്, അതിരാവിലെയാണേ. അച്ഛാ, ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അച്ഛൻ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു. നേർച്ചപ്പെട്ടിക്കാരാണെങ്കിൽ പൊട്ടിച്ചു, പൈസ ഒന്നും പോയി. ചേച്ചി ഒന്നുകൂടെ കേൾക്കണോ? ഭയങ്കര ശുഷ്കാന്തി കേട്ടോ. അച്ഛാ, ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അച്ഛൻ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു. നേർച്ചപ്പെട്ടിക്കാരാണെങ്കിൽ പൊട്ടിച്ചു. ഞാൻ എന്തിനെന്ന് പറഞ്ഞതറിയോ? ഞാൻ പറഞ്ഞതിൻ്റെ 3-ാമത്തെ ദിവസം സംഭവിച്ചു. എൻ്റെ അടുത്ത് കഴിഞ്ഞ് കുറച്ച് നാൾ മുമ്പ് ഒരു പെങ്കൊച്ച് പ്രാർത്ഥിക്കാൻ വന്നു. അച്ഛാ, OET ഞാൻ 3 പ്രാവശ്യം എഴുതി, അച്ഛാ അടുത്ത പ്രാവശ്യം പാസ്സാവോ? ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചിട്ട് മനസ്സ് പറയാ, ഇത് തോക്കും. എൻ്റെ കർത്താവേ, ഇതിനോട് എങ്ങനെ പറയുമത്? ഞാൻ ചിന്തിക്കുക. ഞാൻ പറഞ്ഞു, മനസ്സ് പറഞ്ഞു. ഇതിനു മുമ്പ് എനിക്കൊരു അനുഭവം ഉണ്ട്, അതാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറയാൻ വന്നേ. എൻ്റെ മനസ്സ് പറയും, ഇത് തോക്കും. ഞാൻ തലയിൽ കൈവച്ച് പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഇതെന്നോട് ചോദിക്കുക, ഞാൻ പാസ്സാവോ? ഞാൻ മുഖത്ത് നോക്കി പറഞ്ഞു, തോക്കും. ഇതെന്നോട് ചോദിക്കുക, താനും തൊട്ട് കത്തനാരാ? ആദ്യമായിട്ട് ഒരാളെന്നോട് അങ്ങനെ ചോദിക്കണേ, താനും തൊട്ട് കത്തനാരാ? നമ്മുടെ മനസ്സ് പറയും ചില കാര്യങ്ങൾ. എൻ്റെ ഇടവകയിൽ അതുപോലെ തന്നെ എത്ര സംഭവങ്ങൾ അതറിയാം. അതുകൊണ്ട് എൻ്റെ ഇടവക്കാർക്ക് ഭയങ്കര പേടിയാ.
ഇത്രയും നാൾ അച്ഛന്മാരൊക്കെ, എനിക്ക് മുമ്പിരുന്ന അച്ഛന്മാരൊക്കെ ഒന്നും റെക്കോർഡ് ചെയ്യണില്ലല്ലോ. ഞാനിരുന്ന ഇടവകാർക്ക് അറിയാൻ പാടില്ലല്ലോ. എനിക്ക് മുമ്പിരുന്ന അച്ഛന്മാരൊക്കെ 6 മാസം 2 മാസം 3 മാസം കൊണ്ടൊക്കെ പോയിക്കണേ. ആ ഇടവകയിലാണ് ഞാനിപ്പോൾ ഇരിക്കണേ. ഞാൻ എൻ്റെ ഇടവകയിൽ ഒരുത്തം വന്നിട്ട് പരീക്ഷ എഴുതിയിട്ട് പറഞ്ഞു, അച്ഛാ പരീക്ഷ ഭയങ്കര എളുപ്പമായിരുന്നു, ഈ പരീക്ഷയ്ക്ക് ഞാൻ പാസ്സാവും, ജോലി എനിക്ക് ഉറപ്പാണ്. ഞാൻ അറിയാണ്ട് പറഞ്ഞു പോയി, ഒരു യുവാവായിരുന്നു, അറിയാണ്ട് പറഞ്ഞു പോയി, നീ തോക്കും. 2 ദിവസം കഴിഞ്ഞ് റിസൾട്ട് വന്നു, അത് തോറ്റു. നാട്ടിൽ മുഴുവൻ പറയാൻ തുടങ്ങി, അച്ഛനോടൊന്നും പറയാൻ പോരുത്, ആ പുള്ളി എവിടേക്കെങ്കിലും പൊക്കോട്ടെ, നിങ്ങൾ മിണ്ടാതിരുന്ന് അത് പറയണ കേട്ടാൽ മതി, അതിൻ്റെ അടുത്തേക്കേ ചെല്ലരുത്. കുറച്ച് ദിവസം കഴിഞ്ഞ് ഇവൻ രണ്ടാമത് ആ പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ പോയിപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്. ഇത് മറ്റേത് തോറ്റ് കിടക്കണോണ്ട് എനിക്കും ഭയങ്കര സങ്കടം. അതാണെങ്കിൽ ഒടുക്കത്ത്, മറ്റേത് ഭയങ്കര എളുപ്പമായിരുന്നു, അത് ഞാൻ തോക്കുമെന്ന് പറഞ്ഞ് തോറ്റു. ഈ രണ്ടാമത്തത് ഭയങ്കര ബുദ്ധിമുട്ട്. എൻ്റെ അടുത്ത് വന്നിട്ട് പറയാ, അച്ഛാ മിണ്ടരുത്, ഞാൻ രണ്ടാമതും പരീക്ഷ എഴുതിയിട്ടുണ്ട്, മിണ്ടാണ്ടിരുന്നാൽ മതി. ഞാൻ പറഞ്ഞു, എടാ നീ വിഷമിക്കാണ്ടി, നീ ഇത് പാസ്സാവും. അച്ഛാ ഭയങ്കര എളുപ്പമുള്ളത് ഞാൻ പാസ്സായിട്ടില്ല, നീ ഇതോ. 2 ദിവസം റിസൾട്ട് വന്നു, അവൻ പാസ്സായി. എനിക്ക് അത് കിട്ടിയ ബൂസ്റ്റ്. അവനാണെങ്കിൽ നാട്ടിലെ BBC-യാ, ലോകത്തുള്ള എല്ലാവരോടും പറഞ്ഞതേ ആ പുള്ളിയോട് മാത്രം ഒന്നും പറയാൻ ചെല്ലരുത്, ആ പുള്ളി എവിടേക്കെങ്കിലും പൊക്കോട്ടെ, അതിൻ്റെ അടുത്തേക്ക് ചെല്ലരുത്. ഇപ്പം ആൾക്കാരുണ്ടല്ലോ, ഞാൻ എന്തെങ്കിലും പറയാൻ തുടങ്ങുമ്പോൾ ഒന്നുമില്ല, മിണ്ടാണ്ടിരുന്നാൽ മതി, ഞങ്ങൾ പൊക്കോളാം എന്നറിയോ. ഞാനത് എന്നെക്കുറിച്ച് പറഞ്ഞല്ല, ദൈവത്തിൻ്റെ കൂടെ നടക്കുമ്പോൾ ദൈവം നമ്മളിൽ പ്രവർത്തിക്കും, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ പ്രവർത്തിക്കും. ദൈവത്തെ കൂട്ടുപിടിക്കണമെന്ന് പറഞ്ഞതാ. ഞാൻ എപ്പോഴും ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ. ഞാനിപ്പോൾ കാറി കയറി ഇരിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുക, ഞാൻ വരുന്ന വഴി മുഴുവൻ ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. എൻ്റെ ജീവിതം മുഴുവൻ ഞാനിതിങ്ങനെ നിറയ്ക്കുക. കാരണം എനിക്കറിയാം അവനുള്ള എൻ്റെ കൂടെ, അവനുള്ള എന്നെ അനുഗ്രഹിക്കാൻ, അവനുള്ള എന്നെ ചേർത്ത് പിടിക്കാൻ. എത്ര അനുഭവങ്ങൾ അങ്ങനെ ജീവിതത്തിൽ നടന്നേക്കണമെന്നറിയോ. കഴിഞ്ഞ ദിവസം ഒരു പെങ്കൊച്ചു വന്നിട്ട് പറഞ്ഞു, അച്ഛാ എനിക്കൊരു ജോലി കിട്ടോ? ഞാൻ പറഞ്ഞു, കിട്ടും, നീ പേടിക്കാതിരിക്കും. അച്ഛാ ഇത് ലാസ്റ്റ് അറ്റംപ്റ്റാ, കിട്ടൂന്ന്. നമുക്ക് ആരാധനയ്ക്കായിട്ട് തുടങ്ങാം കേട്ടോ, ആരാധനയ്ക്കോട്ടൊന്ന് ഒരുക്കിക്കോ, അച്ഛൻ റെഡിയാണേ, നമുക്ക് 9 മണിക്ക് കൊണ്ട് നിർത്താനുള്ളതാണേ. അതുകൊണ്ട് ഞാൻ എന്താ പറഞ്ഞെന്നറിയോ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ കൃത്യസമയത്ത് ഇടപെടുന്നൊരു ദൈവമുണ്ടെന്ന് നീ വിശ്വസിക്കണം. കൃത്യസമയത്ത് ഇടപെടും ദൈവം. നിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ വലുതായിരിക്കാം, ബുദ്ധിമുട്ടുകൾ വലുതായിരിക്കാം, തകർച്ചകൾ വലുതായിരിക്കാം, പക്ഷെ നീ ചിന്തിക്കണം, കൃത്യസമയത്ത് എൻ്റെ തമ്പുരാൻ വരും. അത് നിന്റെ സമയമല്ല, ദൈവം വിചാരിക്കണ ഒരു സമയത്ത് വരും. ചില കാര്യങ്ങൾ നീ എത്ര പ്രാർത്ഥിച്ചാലും കിട്ടില്ല. അപ്പോൾ നീ ചിന്തിക്കണം, അതെനിക്ക് വിധിച്ചിട്ടില്ല, അതെൻ്റെ ജീവിതത്തിന് നല്ലതല്ല, അതുകൊണ്ടാണ് ദൈവം തരാത്തെ. വലതരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ മക്കളെ, അച്ഛൻ ഒരു ദൈവത്തെ കൂടി ഉണ്ട്. ഏത് ദൈവാ? അത് നാളെ വരുമ്പോൾ പറയുള്ളൂ. ഇത് കണ്ടിന്യൂഷനാ. അച്ഛൻ്റെ ധ്യാനം എന്ന് പറയുമ്പോൾ 3-4 ദിവസം എടുക്കും. അത് കണ്ടിന്യൂറ്റ് ആയിട്ട് പോകും. നാളെയും കൂടി ഉള്ളൂ അച്ഛൻ, അതുകൊണ്ട് പേടിക്കണ്ട കേട്ടോ. അപ്പോൾ 2 ദിവസം കൂടി ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ കണ്ടിന്യൂഷനാണ് നാളെ. ഇന്ന് പറയാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ കൂടി അച്ഛൻ ചേർത്ത് വെച്ച് നാളെ പറയും. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷനാണ്. അച്ഛനിപ്പോൾ 9 മണിക്കുള്ളിൽ നിങ്ങളെ വിടണം കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ പോകണം. വീട്ടിൽ പോകണ്ടേ? കുറച്ച് നേരം കൂടി പറയട്ടെ. എൻ്റെ പൊന്നോ, വേണ്ട പൊക്കോ കേട്ടോ. സന്തോഷമായി, ദൈവമേ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നാളേക്ക് അച്ഛന് കുറച്ച് കാര്യങ്ങൾ പറയുന്നത് ഇത് കണ്ടിന്യൂഷനാണ്. അപ്പം നമ്മൾ 2 ദൈവത്തെക്കുറിച്ച് കേട്ടു. ഏതൊക്കെയാ? അബ്രാഹത്തിൻ്റെ ദൈവം, ഇസഹാക്കിന്. എന്താണ് അബ്രാഹത്തിൻ്റെ ദൈവം? വിശ്വസിച്ച, സ്നേഹിച്ച, കൂടെ നിൽക്കുന്ന ദൈവമാണ്. എന്താണ് ഇസഹാക്കിൻ്റെ ദൈവം? കൃത്യസമയത്ത് ഇടപെടുന്ന ദൈവമാണ് ഇസഹാക്കിൻ്റെ ദൈവം. ജീവിതത്തിൽ എപ്പോഴും ചിന്തിച്ചോളാം. അത് അച്ഛൻ്റെ ജീവിതം നാളെ പറഞ്ഞു കൊടുക്കും, അതുകൊണ്ടാണ് പറയണേ. അപ്പം അതുകൊണ്ട് ഒരു വചനം പഠിക്കാൻ പറഞ്ഞു. ഏത്? 1 യോഹന്നാൻ 4:4. എന്താണ് വചനം? നിങ്ങളിലുള്ളവൻ, ഓക്കെ, ആക്ഷൻസ് ഒക്കെ ഞാൻ കാണിച്ചു തരാം. നിങ്ങളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാളൊക്കെ വലിയവനാണ്. ഒരു ഹോംവർക്ക് ചെയ്യാൻ പറഞ്ഞു. എന്താണ് ഹോംവർക്ക്? ഒരാളോട് ക്ഷമിക്കണം. നിങ്ങൾ ഏതെങ്കിലും ധ്യാനത്തിൽ ഇത്രയും ഹോംവർക്ക് കേട്ടുണ്ടോ? മണി പോലെ നിങ്ങൾ പറയണ കേട്ടോ. അതാണ് എൻ്റെ കഴിവ്. ഞാൻ നിങ്ങളെ പഠിപ്പിച്ചാൽ വിടുള്ളൂ. അതെൻ്റെ സ്വഭാവമാണ്, അത് നേച്ചറാണ് എൻ്റെ. ഏതവനെ ഞാൻ പഠിപ്പിക്കും, അത് നേച്ചറിൽ പെട്ടതാണ്. കുറച്ച് കാര്യങ്ങളെ പറയുള്ളൂ. ഉള്ളത് പഠിച്ചാൽ മതി. ഞാൻ പറയും, ഒത്തിരി കാര്യങ്ങൾ കേൾക്കണേക്കാലം നല്ലത് ഉള്ളത് കേട്ടാൽ മതി. ഒരു വചനം പഠിച്ചാൽ മതി, അത്രയേ ഉള്ളൂ. ഞാൻ നിങ്ങൾക്കറിയോ, എനിക്ക് ബൈബിളിൽ അറിയാവുന്നത് ഏകദേശം ഒരു 55 വചനമാണ്. 55 വചനം കാണപ്പെടാം.
പക്ഷെ ഞാൻ 10 ദിവസം ഈ 55 വചനം കൊണ്ട് ധ്യാനിപ്പിക്കും. അതിനുള്ള ബുദ്ധി എനിക്കുണ്ട്. അത്രേ ഉള്ളൂന്നേ. നമുക്കൊരു 55 വചനം പഠിച്ച കർത്താവിൻ്റെ കൂടെ നടക്കാൻ പറ്റും. നിങ്ങളൊരു എല്ലാ ദിവസം വെച്ച് ഒരു വചനം പഠിച്ചു നോക്കിയേ. ഒരു വചനം 10 ദിവസം കൊണ്ട് പഠിച്ചു നോക്കിയേ. മതിന്നേ. 10 ദിവസം ഒരു വചനം വെച്ച് പഠിക്കും. ഞാനൊക്കെ വചനം പഠിക്കാൻ ഭയങ്കര ബുദ്ധി കുറവാണ് എനിക്ക്. അപ്പം ഞാനെന്താ ചെയ്തറിയോ, വചനം എഴുതി പോക്കറ്റിലിടും, എല്ലാ നേരം വായിച്ചുകൊണ്ടിരിക്കും. ഇതാണ് എൻ്റെ വചനം പഠിത്തം. 10 ദിവസം കൊണ്ട് ഒരു വചനം പഠിക്കും. അതാണ് ഞാൻ പഠിക്കുന്നത്. അത് പിന്നെ മറക്കില്ല. പഠിച്ചതാ. ഇപ്പം രജനി അല്ല, എന്നിട്ട് സജനി അല്ലേ, സജന, അതിൻ്റെ പേരെനിക്ക് കിട്ടുള്ളല്ലോ കർത്താവ്. എന്തോ സാ വായിച്ചാണ് കേട്ടോ. ഇപ്പം ഡാലിയ ചേച്ചിനെ ഞാൻ മറക്കത്തില്ല. ഡാനിയ ഡെല്ല, എൻ്റെ കർത്താവ് എല്ലാം തലയിരിഞ്ഞ് പോകണല്ലേ കർത്താവ്. അങ്ങോട്ടെ എന്തെങ്കിലും ആവട്ടെ. അപ്പം എല്ലാവരുടെയും പേര് ഓർത്തിരിക്കുക. അപ്പം ഞാനിങ്ങനെ പഠിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിനുണ്ടാ അനുഗ്രഹം. അപ്പം നാളെ വരും അച്ഛനൊരു ഹോംവർക്ക് വരണമെന്നറിയോ, നിങ്ങളുടെ കൂടെയുള്ളവരെ കൂടി നിങ്ങൾ വിളിച്ചിട്ട് വരണം കേട്ടോ. ഒരു സുവിശേഷ പ്രഘോഷണം അച്ഛനെ ഏൽപ്പിക്കുക നിങ്ങളെ. എന്തുട്ടാ, ഇന്ന് ചെന്നിട്ട് നിങ്ങളുടെ ആൾക്കാർ അയൽവക്കക്കാരൊക്കെ ചോദിക്കും എങ്ങനെയുണ്ടായിരുന്നു, എടുത്ത വഴിക്ക് പറയരുത് ഒരു പൊട്ടന വന്നേക്കണേന്ന്. നിങ്ങളെന്താ പറയണമെന്നറിയോ, എടി ധ്യാനം കൂടാൻ വാ, നാളെ ധ്യാനമുണ്ട്, നമുക്ക് ഒരുമിച്ച് പോവാം. ഒരാളെയും കൂടി നിങ്ങൾ വിളിച്ചിട്ട് വരണം. എന്തുട്ടാ സുവിശേഷ വേല, എന്തുട്ടാ സുവിശേഷ വേല. നിങ്ങൾക്ക് അറിയാവുന്നവരെ വിളിച്ചിട്ട് നിങ്ങൾ ധ്യാനത്തിന് വരണം. പ്രത്യേകിച്ച് നിങ്ങളുടെ ജീവിത പങ്കാളിനെ. വന്നില്ലെങ്കിലും അതിനെ ചവിട്ടിക്കൂട്ടി കൊണ്ടുവരണം. അല്ല, ചവിട്ടിക്കൂട്ടി കൊണ്ടുവരണ്ട, മര്യാദയ്ക്ക് കൊണ്ടുവന്നാൽ മതി. അതിനോട് പറയണം, ജോലി കഴിഞ്ഞിട്ട് നിനക്ക് 8 മണിക്കാണോ വരാൻ പറ്റുന്നത്, 8 മണിക്ക് വന്നാൽ മതി. ജോലി കഴിഞ്ഞിട്ട് ഇപ്പം 8:30ക്കാണോ വരാൻ പറ്റിയ മതിന്നേ. ജോലി കഴിഞ്ഞിട്ട് 7 മണിക്കാണോ വരാൻ പറ്റണത് മതി. നിങ്ങൾ എപ്പോൾ വന്നു എന്ന് അച്ഛൻ നോക്കണില്ല, വന്നോന്ന് നോക്കും. വരണോട്ടാ. ഇനി അച്ഛൻ ചോദ്യം ചോദിക്കില്ലെന്ന് വെച്ചുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട, ഞാൻ മാനത്തോക്കി ചോദിച്ചോളാം, പ്രശ്നമൊന്നുമില്ല. ഒരു സുവിശേഷ വേല കൂടി ഏൽപ്പിച്ചിട്ടുണ്ട്. എന്താണ് സുവിശേഷ വേല? ഒരാളെയും കൂടി. ഇനി 10 പേരെ വിളിക്കാൻ പറ്റും, നീ 10 പേരെ വിളിച്ചോണ്ടോ, ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് നിനക്ക്. അത് മാത്രമേ അച്ഛൻ പറയണുള്ളൂ കേട്ടോ. അതുകൊണ്ട് പെട്ടെന്ന് മുട്ടുകുത്തി വാ, നമുക്ക് പ്രാർത്ഥിക്കാം.